السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എടത്തനാട്ടുകര കോട്ടപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ഖുർആൻ സ്ഥാപനങ്ങളുടെ മഹത്തായ വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന സദസ്സിലാണ് നമ്മളുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നേതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവർക്കും അവൻ്റെ പ്രത്യേകമായ അളവറ്റ ദയയും കാരുണ്യവും റഹ്മത്തും ബറക്കത്തും അവൻ സദാ ചൊരിഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ എല്ലാം മരണാനന്തരം റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമത്തിൽ ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പണ്ടുകാലം മുതൽ തന്നെ ഇസ്ലാഹിൻ്റെ ശബ്ദം എത്തിയിട്ടുള്ള ത്യാഗങ്ങളുടെ ഒട്ടേറെ കഥകൾ അയവിറക്കുന്ന ഒരു പ്രദേശമാണ് എടത്തനാട്ടുകര എന്ന് ഇവിടെയുള്ള നിങ്ങളോട് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന എനിക്ക് പറയേണ്ടുന്ന ആവശ്യമില്ല. ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒട്ടേറെ നന്ദിപൂർണമായ ഓർമ്മകളുണ്ട്. ഇവിടെ ഇസ്ലാഹിൻ്റെ ശബ്ദം നാടിൻ്റെ മുക്കുമൂലകളിൽ എത്തിച്ചുകൊണ്ട് ഇന്ന് 10-30ഓളം മസ്ജിദുകളും മഹല്ലുകളുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മഹത്തായ പ്രദേശം, അതിൻ്റെ മുന്നിൽ നടന്ന മഹാരഥന്മാരായ ഒരുപാട് നേതാക്കൾ അവരുടെ ഖബറുകളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉലമാക്കൾക്കും ഉമറാക്കൾക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട് സ്വർഗീയാരാമത്തിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പാരമ്പര്യത്തിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് മടിയന്മാരും അലസന്മാരുമായി കഴിച്ചു കൂട്ടേണ്ടവരല്ല വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. മറിച്ച് ഈ ഒരു രാജ്യത്തിന് കൈവന്നിട്ടുള്ള ആ ഒരു മഹാഭാഗ്യത്തിൻ്റെ തുടർച്ചക്കാരായി ഈ സമൂഹത്തിന് ദിശാബോധം നൽകുവാൻ വേണ്ടി മുൻനിരയിൽ പ്രവർത്തിക്കുവാനും വരും തലമുറയിലേക്ക് കൃത്യമായ ഈ ഒരു സന്ദേശത്തെ കലർപ്പില്ലാതെ എത്തിക്കുവാനും ഏറെ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടവരാണ് ഇവിടെയുള്ള കാരണവന്മാരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടങ്ങുന്ന ഈ നാട്ടുകാരായ ആളുകൾ. ജീവിതത്തിൻ്റെ ഒട്ടേറെ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടത്തിൽ ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ ഇന്ന് ദീനിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഉന്നതമായ പാതകൾ വെട്ടിത്തെളിയിച്ച് തന്ന അതിനവർ ഉപയോഗപ്പെടുത്തിയത് ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രമാണങ്ങളെയാണ്. പരിശുദ്ധ ഖുർആനിനെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളെയും നെഞ്ചേറ്റിക്കൊണ്ട്
ദുർവ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ലാത്ത വിധത്തിൽ പ്രമാണങ്ങളെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുകയും അത് അവർ ജീവിച്ച തലമുറയിലേക്കും ചുറ്റുപാടുകളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ പുരോഗതിയെല്ലാം ഈ നാട്ടിൽ കൈവന്നത്. ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ മസ്ജിദ്, അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പ്രീ സ്കൂളുകൾ, ശേഷം മദ്രസ പഠനം, പരിശുദ്ധ ഖുർആനിൻ്റെ തഹ്ഫീളിനുള്ള സൗകര്യം, അറബിക് കോളേജിൻ്റെ സംവിധാനം, ഇതെല്ലാം ഇവിടെ നേരത്തെ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മൗലവി സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ തഖ്ദീർ കൊണ്ട് മറ്റൊരു രാജ്യത്ത് ലഭിക്കേണ്ടിയിരുന്ന ഒരു സൗകര്യം ഈ ഒരു നാട്ടിലേക്ക് എത്തുകയാണ് ഉണ്ടായത് എന്ന് നിങ്ങളെല്ലാവരും ശ്രവിക്കുകയുണ്ടായി. അതിന് നന്ദി കാണിക്കേണ്ടവർ നമ്മളാണ്. എങ്ങനെയാണ് ആ നന്ദി കാണിക്കേണ്ടത്? ദാറുൽ ഖുർആൻ എന്ന പേരിലാണ് ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പേരിലുള്ള ഖുർആനിൻ്റെ ഭവനം എന്ന അർത്ഥം വരുന്ന ആ മഹത്തായ ഒരാശയം, അതിലൂടെയാണ് ലോക ജനത അന്തസ്സുള്ളവരായി മാറിയത്. ഒരു ജനത പതിത്വത്തിൻ്റെയും അതേപോലെ തന്നെ നിസ്സാരതയുടെയും മറ്റുള്ളവരാലുള്ള പീഡനങ്ങളുടെയും അവസ്ഥകളിൽ നിന്ന് ഉയർന്ന് മുന്നോട്ട് പോയത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി അവർ മാറിയപ്പോൾ മാത്രമാണ്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് നേതാക്കളെ കണ്ടവരാണ്, അവരുടെയൊക്കെ ഖുതുബകൾ കേട്ട് വളർന്നവരാണ്. ആ രൂപത്തിലുള്ള കുറേ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾ കേട്ടവരാണ്. ഹദീസുകളും ആയത്തുകളുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയവരാണ് എന്നുള്ള പാരമ്പര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു കൃത്യമായ ആദർശത്തിൻ്റെ കൈ തുടർച്ച എവിടെയാണുള്ളത് എന്ന ശക്തമായ ചോദ്യത്തിനാണ് നമ്മൾ ഓരോരുത്തരും മറുപടി കണ്ടെത്തേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിച്ചത് എന്നോടോ നിങ്ങളോടോ ആയിരുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ആ ചോദ്യം, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വളരെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കേണ്ടുന്ന ഒരായത്താണത്. അള്ളാഹു ചോദിക്കുകയാണ്, അലം യഅ്നി ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ? ഇനിയും അവർക്ക് നേരമായില്ലേ? എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ, റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അധ്യാപനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ഖുർആനിനെയും ആ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്നോണം ജീവിച്ച മാതൃക കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തേക്ക് ലഭിച്ചിട്ടുള്ള വമാ നസല മിനൽ ഹഖ്, സത്യത്തിൻ്റെതായ ആദർശത്തിൽ നിന്ന് അവതീർണമായ ആ കാര്യങ്ങളൊക്കെ കേട്ടും മനസ്സിലാക്കിയുമൊക്കെ ഹൃദയങ്ങൾക്ക് ഒരു ഭക്തി വരാൻ ഇനിയും വിശ്വാസികൾക്ക് നേരമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, അവർക്കതിന് എന്തേ ഇനിയും സമയമായില്ലേ? എന്തേ അവര് പിറകോട്ടടിക്കുന്നത്? അവർക്ക് ഇനിയും അതിനെന്തേ അവസരം ഒത്തു കിട്ടിയില്ലയോ? അടുത്ത കാര്യം എന്താണ്? വലാ യകൂനു, അവർ ആയിത്തീരാതിരിക്കാനും കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, തൊട്ട് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചവരായ അഹ്ലി കിതാബുകാരായ യഹൂദി നസ്രാനികളെ പോലെ ആയിത്തീരാതിരിക്കാനും. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ള തകരാർ? എന്താണ്? ഫത്വാല അലൈഹിമുൽ അമദു, കാലഘട്ടം അവരിൽ കുറെ അങ്ങ് ദീർഘിച്ചു പോയപ്പോൾ മൂസ അലൈഹിസ്സലാമിലൂടെ തൗറാത്ത് പഠിപ്പിക്കപ്പെട്ട ഇസ്രായേലരും ഈസാ അലൈഹിസ്സലാമിലൂടെ ഇഞ്ചീൽ പഠിപ്പിക്കപ്പെട്ട ഇസ്രായേലരുമൊക്കെ
കാലഘട്ടം ആ പ്രവാചകന്മാരിൽ നിന്നും കുറെ അങ്ങ് അകന്നു പോയപ്പോൾ, ഒരുപാട് കാലം അവരിൽ കടന്നു പോയപ്പോൾ, ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി, അവരുടെ ഖൽബുകൾ നന്നാവുകയല്ല ചെയ്തത്. മഹാന്മാരായ 2 പ്രവാചകന്മാരുടെ അനുയായികൾക്ക് വന്ന ദുരന്തമാണ് ഈ കേൾക്കുന്നത്. അവർക്ക് വേദം കിട്ടാത്തത് കൊണ്ടായിരുന്നില്ല, ആ വേദം അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന പ്രവാചകനായ മൂസാ അലൈഹിസ്സലാം കൂടെ ഇല്ലാത്തത് കൊണ്ടുമായിരുന്നില്ല, ഈസാ അലൈഹിസ്സലാമും ഇഞ്ചീലും അവർക്ക് കൂടെയില്ലാത്തത് കൊണ്ടായിരുന്നില്ല. മറിച്ച് ആ നബിമാര് പഠിപ്പിച്ച ആശയങ്ങളോട് കാലഘട്ടം കുറെ പിന്നിട്ടപ്പോൾ ആ മുൻഗാമികൾ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ഒരുപാട് അവർ അകന്നുപോയി. അതിനവർക്ക് പല ദുർന്യായങ്ങളുമാണ് പറയാനുണ്ടായിരുന്നത്. ഏത് കാലഘട്ടങ്ങളിലും പ്രമാണങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് അകലം പ്രാപിക്കുന്നത് പെട്ടെന്നായിരിക്കില്ല. ഓരോരോ ന്യായങ്ങൾ പറയും. ഞങ്ങൾക്കിതിനൊക്കെ താല്പര്യമില്ല, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുകയാണ്, നിങ്ങൾ തന്നെ പരസ്പരം അടികൂടുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ തമ്മിൽ തല്ലൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ ഞങ്ങളിനി ഒന്നിലേക്കുമില്ല, ഞങ്ങളിനി മറ്റു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അവരവരുടെ ജോലിയും കുടുംബവുമായിട്ട് പോകാനാണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ആളുകളില്ലേ? പഠിച്ചു വെച്ചോ, ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം മറ്റാർക്കുമല്ല സംഭവിക്കുക, ഓരോരുത്തർക്കുമാണ്. എന്തേ ഇവിടെ മൂസ നബിയുടെ ജനതക്ക് സംഭവിച്ചത്, ഈസ നബിയുടെ ജനതക്ക് സംഭവിച്ചത്? തൗറാത്തും ഇഞ്ചീലും ഒരു ജനതക്ക് കിട്ടിയിട്ടും എന്തേ? കാലഘട്ടം പിന്നിട്ടപ്പോൾ ഈ തൗറാത്ത് പഠിക്കാനോ ഇഞ്ചീല് പഠിക്കാനോ ആ മഹാരഥന്മാരായ പ്രവാചകന്മാര് പകർന്നു തന്ന ആശയങ്ങൾ എന്താണെന്ന് അവരുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് അതിൽ നിന്നവരൽപ്പം പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്ത് തന്നെ പ്രതിസന്ധികൾ മുന്നിൽ ഉരുണ്ടുകൂടിയാലും ആ പ്രമാണങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പറയേണ്ടതിന് പകരം ഇസ്രായേൽ മക്കൾക്ക് കാലഘട്ടം പിറകോട്ട് പോകുന്തോറും അവർക്ക് പ്രമാണങ്ങളോട് അകൽച്ച വന്നു. ഫതാല അലൈഹിമുൽ അമദു, അതുകൊണ്ടുണ്ടായ ദുര്യോഗം അവർക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു രോഗം ബാധിച്ചു. ആ രോഗത്തിന്റെ പേരാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുറച്ചു പോവുക എന്നുള്ളത്. എന്ത് കേട്ടാലും, എന്തായത്ത് കേട്ടാലും, എന്ത് ഹദീസ് കേട്ടാലും ആ ഹൃദയത്തിലേക്ക് പിന്നെ കടന്നു പോവുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതേ അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി. കൽ ഹിജാറ, കല്ലുകളെ പോലെ, ഔവശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാളും കടുത്തുറച്ചു പോയി എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് അവരെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു ദുരന്തം വേദഗ്രന്ഥം ലഭിക്കപ്പെട്ടിട്ടും പ്രവാചകന്മാരിലൂടെ മുഅ്ജിസത്തൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ അനുഭവിച്ചിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെയുണ്ടായ ഒരു ജനത പിന്നീട് അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കടുത്തുറച്ച് ചത്തുപോയി എന്ന് മാത്രമല്ല, വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ മഹാഭൂരിഭാഗവും തെമ്മാടി കൂട്ടങ്ങളായി മാറുകയാണ് ചെയ്തത്. ഇത് സഹോദരന്മാരെ അഹ്ലു കിതാബുകാർക്കുണ്ടായ ഒരു ചരിത്രം. എന്തിനാണ് ഖുർആനിന്റെ അനുയായികളായ നമ്മൾ പഠിക്കുന്നത്? ഈ ദാറുൽ ഖുർആൻ എന്ന ഭവനത്തിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ആലോചിക്കണം. ഞാനും നിങ്ങളും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ ഉന്നതമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ തേടുന്ന ഒരു തേട്ടമുണ്ട്. ആദ്യം നമ്മൾ അല്ലാഹുവിനെ സ്തുതി പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ മാലിക് യൗമിദ്ദീനാണ്. അതുകൊണ്ട് അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞങ്ങൾ ആത്യന്തികമായി എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം ചോദിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പ്രതിജ്ഞകൾ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണുനീരൊഴുക്കുന്ന വിധത്തിലുള്ള മനസ്സിൽ തട്ടിയുള്ള തേട്ടം എന്താണ്? സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അതേതാണ്? നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ വഴിയാണ്. തൊട്ടുടനെ പറയുന്നത് എന്താ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാവുകയും
പിഴച്ചു പോവുകയും ചെയ്തിട്ടുള്ള കക്ഷികളുടെ വഴിയിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആമീൻ ചൊല്ലുന്നത്. ആരാണ് ആ വഴി പിഴച്ചു പോയവർ? ആരാണ് ആ കോപത്തിന് വിധേയമായവർ? അവരോട് വല്ല വർഗീയ വിദ്വേഷം കൊണ്ട് റബ്ബ് അവരോട് കോപിച്ചതല്ല, അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവർക്ക് കോപമുണ്ടായത്. അതിനുള്ള ഒരു നിമിത്തമായി ഈ ആയത്തിൽ കേട്ടത് പ്രമാണങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, അത് പഠിപ്പിച്ച നായകന്മാരുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. തൻ്റെതായ താല്പര്യങ്ങളിൽ ചിലതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. ഒഴുക്കിനനുസരിച്ച് നീന്തുകയല്ല ഈ പരിപാടി. ഇത് ഒഴുക്കിനെതിരെയുള്ള തുഴയലാണ്. ഒഴുക്കിൽ ചണ്ടികളായി കിടന്നു കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ രാജ്യത്തെ മുച്ചൂടും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകൾക്ക് നടുവിൽ ഒഴുക്കിനെതിരെ പ്രമാണങ്ങളുടെ പങ്കായം തുഴഞ്ഞുകൊണ്ട് പിറകോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വല്ലാത്ത പ്രയാസം തന്നെയാണ്. തൗഫീഖുള്ളവർക്കല്ലാതെ അതിന് പ്രത്യേകമായി ഭാഗ്യം ലഭിക്കാറുമില്ല. യഹൂദികൾക്കും നസറാനികൾക്കും സംഭവിച്ചത് ആ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നബിമാരെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം അവരതിൻ്റെ പാരമ്പര്യം മാത്രം പറഞ്ഞു നടന്നു. ഞങ്ങളെന്ന് പറഞ്ഞ ആരാന്നറിയോ? മൂസാ നബിയുടെ ഉപദേശം കേട്ട ആൾക്കാരാണ്, ഈസാ നബിയുടെ ഉപദേശം കേട്ട ആൾക്കാരാണ്. കേവലം പാരമ്പര്യവാക്കുകളിൽ മാത്രം ഒതുങ്ങി എന്നതല്ലാതെ മൂസ നബി പഠിപ്പിച്ച ആശയം എന്തെന്ന് ഇന്നവർ മനസ്സിലാക്കിയില്ല. ഈസ നബി പഠിപ്പിച്ച ആശയം എന്തെന്നവർ ഉൾക്കൊണ്ടില്ല. വേദഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞതെന്നവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് വെറും അവകാശവാദങ്ങളുടെ പിറകെ പോയി അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കൂല, അഥവാ പ്രവേശിച്ചാൽ തന്നെയും ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ഞങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഈ വിധത്തിലൊക്കെയുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയം ചത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവര് തെമ്മാടികളായി അധപ്പതിച്ചു. എല്ലാ തോന്നിവാസങ്ങളുടെയും ആളുകളായി വേദക്കാരി അധപ്പതിച്ചു. ഇത് വരരുതേ എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചോദ്യം ആദ്യമായി കേട്ടവരാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സഹാബി പറയുന്നൊരു വാചകമുണ്ട്, മാകാന ബൈന ഇസ്ലാമിനാ وبين أن عاتبنا الله بهذه الآية إلا 4 سنين. ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഒരു 4 വർഷമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കാണ് ഞങ്ങളോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അള്ളാഹ് ആക്ഷേപിച്ചത്. എന്തേ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അള്ളാന്റെ ഖുർആനിലേക്ക് അടുക്കാൻ നേരമായില്ലേ? റബ്ബിന്റെ പ്രവാചകന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാൻ നിങ്ങൾക്ക് നേരമായില്ലേ? വേദക്കാരെ പോലെ ആവാതിരിക്കാൻ നിങ്ങൾക്കെന്തേ ഇനിയും നേരമായില്ലേ എന്ന ആക്ഷേപസ്വരത്തിലുള്ള ഈ വാചകം ആദ്യമായി കേൾക്കുന്ന ആ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ദീർഘിച്ച കാലമൊന്നും കഴിയുന്നതിൻ്റെ മുമ്പേ ഒരു 4 കൊല്ലമാകുമ്പോഴേക്കാണ് ഈ ചോദ്യം ഞങ്ങളോട് ഇറങ്ങി ചോദിച്ചത്. ചിന്തിക്കണം നമ്മൾ. ഓ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്ക്. ഇന്ന് നമ്മളോട് ഇങ്ങനെ ഒരു വചനം ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളോട് ചോദിക്കേണ്ടി വരിക? നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എവിടെ? ഹദീസുമായിട്ടുള്ള ബന്ധം എവിടെയാണ്? എന്താണ് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമുക്കുള്ള കടമ? അത് റമദാൻ മാസം വരുമ്പോൾ ആദ്യ ദിനങ്ങളിൽ വലിയ ആവേശം, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പകുതി ആവേശം, അങ്ങോട്ട് വീണ്ടും ദിവസങ്ങൾ പിന്നിടും തോറും ആവേശം കുറഞ്ഞ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആനുമായി ബന്ധപ്പെടാത്തവരവസ്ഥ. ഇങ്ങനെയാണോ വേദഗ്രന്ഥവുമായി നമ്മുടെ ബന്ധമുണ്ടാകേണ്ടത്? വിശുദ്ധ ഖുർആനുമായി 5 നിലക്കുള്ള ബന്ധം നിരന്തരം നിലനിർത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. ഒന്നാമത്തെ ബന്ധം അതിൻ്റെ തിലാവത്താണ്. രണ്ടാമത്തെ ബന്ധം അതിൻ്റെ ഹിഫ്ളാണ്. മൂന്നാമത്തെ ബന്ധം അത് ശരിക്കും ഗ്രഹിക്കലാണ്, തഫഹുമാണ്, ഫഹ്മാണ്. നാലാമത്തെ കൃത്യമായ നിലക്കുള്ള അതിനോടുള്ള കടമ തദബ്ബുറാണ്. നമ്മൾ ഓതുന്ന
നമ്മൾ മനഃപ്പാഠമാക്കുന്ന, നമ്മൾ ആശയം പഠിക്കുന്ന വചനങ്ങളെ ചിന്തിക്കലാണ് നാലാമത്തത്. അതാണ് തദബ്ബുർ. സർവോപരി അഞ്ചാമത്തെ കടമ എന്താണ്? നമ്മൾ ഓതുകയും പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും അർത്ഥവും ആശയവും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അതിനു വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അമലി ചെയ്യുവാനുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെ നമ്മുടെ വിശ്വാസ രംഗത്തും ആചാരരംഗത്തും സാമ്പത്തിക രംഗത്തും കുടുംബ ജീവിതത്തിലും കച്ചവട രംഗങ്ങളിലും വിനിമയ മേഖലകളിലും സംസാരങ്ങളിലും എന്നു വേണ്ട ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളുണ്ടോ അവിടെയെല്ലാം ഈ ഗ്രന്ഥത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിക്കുക എന്ന മഹത്തായ കടമയും ഉത്തരവാദിത്വവുമാണ് നമുക്കുള്ളത്. അത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ളതല്ല. അങ്ങനെയുണ്ട് ചിലർക്കൊരു ധാരണ, ഞാൻ ശരിയായാൽ മതി, ആ കെയർ ഓഫിലങ്ങ് പലരും രക്ഷപ്പെടും എന്നുള്ളത്. അതൊന്നും പരലോകത്ത് നടക്കുന്നതല്ല. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഈ 5 നിലക്കും ബന്ധമുണ്ടാകേണ്ടത് കുടുംബനാഥന് മാത്രമല്ല, കുടുംബത്തിലെ മെമ്പർമാർക്ക് മുഴുവനും ആ ബന്ധം നിലനിൽക്കണം. അതിനുള്ള പദ്ധതികളാ ദാറുൽ ഖുർആനിൽ നടക്കുന്നത്. ചെറിയ കുഞ്ഞുമക്കൾക്കുള്ള പ്രീ സ്കൂളിൽ അതല്ലേ നടക്കുന്നത്, മദ്രസയിൽ അതല്ലേ നടക്കുന്നത്, തഹ്ഫീദ് സെന്ററിൽ അതല്ലേ നടക്കുന്നത്, അറബിക് കോളേജിൽ അതല്ലേ നടക്കുന്നത്, മസ്ജിദിന്റെ മിമ്പറിലും താഴെയും അതല്ലേ നടക്കുന്നത്. അവിടെ കുടുംബസമേതമാണ് എത്തിപ്പെടേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ എല്ലാവരും കുടുംബസമേതമാണ് പങ്കെടുത്തിട്ടുള്ളത്. കുടുംബസമേതമല്ലാതെയാണ് പങ്കെടുക്കുന്നതെങ്കിലോ അവിടെയാണ് തകരാറ് സംഭവിക്കുക. കുടുംബസമേതമല്ലാതെയാണ് നമ്മൾ പങ്കെടുക്കുന്നതെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടും. കാരണം എന്താ? ബാപ്പ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മ പഠിച്ചിട്ടുണ്ട്, ബാപ്പ പഠിച്ചിട്ടില്ല. മക്കൾ പഠിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ പഠിച്ചിട്ടില്ല. മാതാപിതാക്കൾ പഠിച്ചിട്ടുണ്ട്, മക്കൾ കേൾക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിലോ ഒരു പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ ആ വീട്ടിൽ പിന്നെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. അവിടെ പിന്നെ അനുസരണമുള്ള മക്കൾ ഉണ്ടാവില്ല, അനുസരണം അവിടെ ഉണ്ടാവില്ല. ചർച്ചകളും തർക്കങ്ങളും അവിടെ കൊടുമ്പിരിക്കൊള്ളും. തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ബാപ്പ സമ്മതിക്കാകുമ്പോൾ, മക്കൾ സമ്മതിക്കാതെയാകുമ്പോൾ അവിടെ മക്കളും ബാപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവിടെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റും. അളിയനും മൂത്തച്ഛനും മൂത്തച്ചിയും ഇളയച്ചിയും അമ്മായിയമ്മയും മരുമക്കളും ഒക്കെ പരസ്പരം ചേരിതിരിഞ്ഞു പോരാടും. എന്തേ കാരണം? ഒരേ ആശയത്തിൽ അവരെത്തിയിട്ടില്ല, അവരുടെ മനസ്സുകൾ പാകപ്പെട്ടിട്ടില്ല. ഞാനൊരു വിഷയം ക്ലാസ്സിൽ കേട്ടു പഠിച്ചു, അതിൻ്റെ ഗൗരവം എൻ്റെ തലയിലേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ, അവരത് പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഒരു പ്രശ്നം വരുന്ന ഘട്ടത്തിൽ അവിടെ എൻ്റെ ഉപദേശത്തിന് ഒരു വിലയും അവരെ കൽപ്പിക്കൂല. അതുകൊണ്ടാണ് സദസ്സുകളിൽ ഇതേപോലെ കുടുംബസമേതം വന്നിരുന്ന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും പഠിതാക്കളാവണം. അതിൻ്റെ ഗൗരവതരമായ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ടാകണം. ഓരോന്നിലും കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടുള്ളവരാകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻ തലമുറ നന്നായത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചില്ലേ, മുൻ തലമുറ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ ഉന്നതിയിലേക്ക് എത്തിയത്, അതേ പാത പിൻതലമുറയും പിന്തുടരലല്ലാതെ മുൻ തലമുറ എത്തിയ ഔന്നത്യത്തിലേക്ക് വിജയത്തിലേക്ക് എത്തുവാനോ ആ സ്ഥാനത്തിലേക്ക് എത്തി വിജയം വരിക്കുവാനോ പിൻതലമുറക്ക് അതല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പകർന്നു തരുന്ന വിശ്വാസമാണ് ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ എല്ലാവരിലും ഒരുപോലെ ഉണ്ടാവേണ്ടത്. അൽ-ഈമാനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലുമുള്ള അടിയുറച്ച വിശ്വാസം. അതിൻ്റെ ഘടകങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം, അതേപോലെ തന്നെ പരലോകം, പ്രവാചകന്മാർ, ഖദാ ഖദർ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, മറ്റുള്ള ഏതെല്ലാം വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ടോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ,
അതൊക്കെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന വിഷയത്തിലുള്ള കൃത്യമായ പഠനങ്ങൾ അത് നടന്നേ പറ്റൂ. എല്ലാം ചർവണം ചെയ്ത് വലിയ അവഗാഹം നേടാൻ എല്ലാവർക്കും പറ്റില്ല, അങ്ങനെ സാധ്യവുമല്ല. അതിനൊരു വിഭാഗം ആളുകൾ ലോകത്തുണ്ടാകും. ഗവേഷണത്തിന് കഴിവുള്ള ഉന്നതമായ നിലവാരത്തിലെത്തുന്ന പണ്ഡിതന്മാരും മുജ്തഹിദുകളും ഗവേഷണ പടുക്കളുമൊക്കെയായ ആളുകൾ സമൂഹത്തിലുണ്ടാകും. അതേ അവസരത്തിൽ ഓരോരുത്തരും മരിച്ചാൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരമപ്രധാനമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയൽ എല്ലാവരുടെയും കടമയാണ്. അത് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല, തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും പഠിച്ചിരിക്കണം. ആ പഠിച്ചിരിക്കേണ്ടുന്ന ഫർള് ഐനായ അറിവുകൾ, ആ അറിവുകൾ നേടിയെടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഷയമാണ് അൽ-ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസം എപ്രകാരമാണ് നമ്മൾ നേടേണ്ടത്? റഹ്മാനായ റബ്ബിനെ അറിയേണ്ടത് അവൻ്റെ പേരുകളിലൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന പാരമ്പര്യ ബോധമുള്ള ഈ പ്രദേശത്തുള്ള ഓരോ സ്ത്രീ പുരുഷന്മാരും സ്വന്തത്തോടൊരു ചോദ്യം ചോദിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് എനിക്കെന്തറിയാം? അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെയാണ് അറിവുള്ളത്? റഹ്മാനായ റബ്ബിന്റെ പേരുകൾ പോലും ഒരാവർത്തി അറിഞ്ഞിട്ടുള്ളവർ എത്ര പേര് ഈ സദസ്സിലുണ്ട്? ചോദിക്കേ സ്വന്തത്തോട്. അള്ളാഹുവിന് അത്യുന്നതമായ ഒരുപാട് പേരുകളില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അള്ളാഹുവിന് ഏറെ വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അത് ചില്ലുകൂട്ടിലിട്ട് ഫ്രെയിം ചെയ്ത് ചുവരുകളിൽ അലങ്കാരത്തിന് തൂക്കാനുള്ളവയല്ല. കാറുകളിലും ബസ്സുകളിലും വാഹനങ്ങളിലുമൊക്കെ ടാഗുകളാക്കി ഡ്രൈവർ സീറ്റിന്റെ മുമ്പിൽ ബറക്കത്തിന് തൂക്കിയിടാനുള്ളവയല്ല. മറിച്ച് റഹ്മാനായ റബ്ബിന്റെ അത്യുന്നതങ്ങളായ ഒരു ഹദീസിൽ പറഞ്ഞ 99 നാമങ്ങളൊന്നും അല്ല, 100ന്റെയും പുറത്തു പോകുന്ന നമുക്ക് വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതും അല്ലാത്തതുമായ ധാരാളക്കണക്കിന് പേരുകളുണ്ട്. പഠിപ്പിക്കപ്പെട്ട പേരുകൾ തന്നെയും 100ന്റെ അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അതിൽ എത്ര പേരുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും ചോദിക്ക്. ഇരുന്ന ഇരിപ്പിൽ എനിക്കെൻ്റെ കൈവിരലുകൾ കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ, എനിക്ക് വായു തരുന്ന, എനിക്ക് വെള്ളം തരുന്ന, എനിക്ക് ആഫിയത്ത് തരുന്ന, എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ പടിപടിയായി എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ പേരുകളിൽ എത്ര എണ്ണം എനിക്കറിയാം? പ്രിയ സഹോദര, അള്ളാഹുവിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ഖുർആനിനെ പഠിച്ചവരാണ് അല്ലെങ്കിൽ കേട്ടവരാണെന്ന് അവകാശപ്പെടുന്നു. അള്ളാഹുവിൻ്റെ പേരുകൾ എത്ര എണ്ണം നിങ്ങൾക്കറിയാം? എനിക്കറിയാം, നിങ്ങൾക്കറിയാം. എത്ര എണ്ണം അറിയാം? ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി ഒറ്റക്ക് കിടന്നുറങ്ങൂലേ? ലൈറ്റ് അണച്ച് കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു കുറ്റബോധത്തോടെ ഒരു ചോദ്യം ചോദിക്ക്. ഇന്നലില്ലാഹി അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, ഉന്നതമായ ഒട്ടേറെ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ ഒരു മുസ്ലിമായ ഞാൻ എത്ര ഏജിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്? എനിക്കെത്ര പ്രായമായി? എനിക്കെൻ്റെ റബ്ബിൻ്റെ എത്ര പേരുകൾ അറിയാം? ഓരോ പേരുകളും അള്ളാഹുവിൻ്റെ ഓരോ ആശയങ്ങളാണ്, അവൻ്റെ മഹത്വങ്ങളാണ്, അവൻ്റെ കഴിവുകളാണ്, അവൻ്റെ ഖുദ്റത്തുകളാണ്. നമ്മുടെ മനസ്സിൽ ആ റബ്ബിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന, ബഹുമാനം വർദ്ധിപ്പിക്കുന്ന, സ്നേഹം വർദ്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഭയഭക്തി വർദ്ധിപ്പിക്കുന്ന പേരുകളാണ് ഓരോ പേരുകളും. പക്ഷേ നമുക്കെത്ര അറിയാം? പ്രായമുള്ളവർ ചോദിക്ക്. നമ്മുടെ മക്കൾക്ക് എത്ര അറിയാം? നമ്മുടെ പേരമക്കൾക്ക് എത്ര അറിയാം? അള്ളാഹുവിൻ്റെ ഏത് പേരുകളാണ് നമുക്കറിയുക? ഏറി വന്നാൽ റഹ്മാനുർ റഹീം എന്നൊക്കെ പറയും. ഇതൊക്കെ പറയാന്നല്ലാതെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ആ നാമങ്ങളൊക്കെ 100ഉം 100ന്റെ പുറത്തുമൊക്കെ കവിഞ്ഞ ആ പേരുകൾ നമ്മളിൽ എത്ര പേർക്കറിയാം? അത് പഠിക്കുവാൻ നമുക്ക് ഈ ഒരു സമ്മേളനം കാരണമായി മാറണമെന്ന് ഈ അവസരത്തിൽ ഈ മഹാ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊരു വസിയത്ത് പറയുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ പഠിക്കണം. റഹ്മാനായ റബ്ബിനെ പഠിക്കേണ്ടത് അവൻ്റെ പേരുകളിലൂടെയാണ്. ഇന്ന് മുതൽ തുടങ്ങി വെക്ക്. അള്ളാഹുവിൻ്റെ ഓരോ പേരുകൾ
അത് തെറ്റുകൂടാതെ മനഃപ്പാഠമാക്ക്, അതിൻ്റെ അർത്ഥം പഠിക്ക്. ഓരോ നാമങ്ങളും നമുക്ക് പകർന്നു തരുന്ന സന്ദേശങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ആ നാമം പഠിക്കുന്നതിലൂടെ ഉണ്ടാകേണ്ടുന്ന പരിവർത്തനങ്ങൾ എന്താണ്, സംസ്കരണം എന്താണ് എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിച്ചുകൊണ്ട് ഈ നാമങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ. ഇന്ന് വിരൽത്തുമ്പിൽ എത്രയാണ് നമുക്കതിന് സംവിധാനങ്ങളുള്ളത്. എത്രയെത്ര നമ്മുടെ ഉസ്താദുമാരാണ് അസ്മാഉൽ ഹുസ്നകൾ വിശദീകരിച്ച ദർസുകൾ നടത്തിയത്. എത്രയെത്ര ഖുതുബകളിലാണ്, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളിലൂടെയാണ് റഹ്മാനായ റബ്ബിൻ്റെ നാമങ്ങൾ വരുമ്പോൾ സന്ദർഭോചിതമായി അവ വിശദീകരിക്കുവാറുള്ളത്. അത്തരം ഘട്ടങ്ങളിലൊക്കെ അത് പഠിച്ചു മനസ്സിലാക്കിയാലുണ്ടാകുന്ന ഗുണങ്ങൾ, ഒന്നാമതായി നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അസ്മാഉൽ ഹുസ്ന പഠിച്ചു കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ഗുണം, നമ്മുടെ ഈമാനിനെ തകർക്കാൻ പിന്നെ ആര് വിചാരിച്ചാലും നടക്കൂല എന്നാണ്. കാരണം റഹ്മാനായ റബ്ബിനെ കുറിച്ച് അവനാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്ന സമീആണ്, എല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ് തുടങ്ങി ധാരാളക്കണക്കിന് നാമങ്ങൾ അങ്ങനെ നമ്മൾ ഉരുവിട്ട് പഠിച്ചു മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ധൈര്യം വരാനുണ്ട്. എൻ്റെ റബ്ബ് കേൾക്കും പോലെ മുഴുവൻ കേൾക്കുന്ന ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ലേ ഇല്ല. എല്ലാം കാണുന്ന ഒരു ശക്തി വേറെ ഇല്ല. ആരങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ പ്രമാണങ്ങളൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട്, ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചില്ലേ, നിങ്ങളിങ്ങനെ തമ്മിത്തല്ലല്ലേ, എത്ര ഗ്രൂപ്പാ നിങ്ങൾ, എത്ര പാർട്ടിയാ നിങ്ങൾ, ഞങ്ങൾക്ക് ഇതിനോടൊക്കെ താല്പര്യം പോയി, ഇനി നിങ്ങളാ അടിയും ഗണ്ണനൊക്കെ മതിയാക്കിന് വരിൻ, അന്ന് ഞങ്ങൾ പള്ളിയിൽ വരാ, അന്ന് ഞങ്ങൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാം, അന്ന് ഞങ്ങൾ പ്രബോധന കൂട്ടായ്മയിൽ ഭാഗമായി നിന്നോളാം, അന്ന് ഞങ്ങൾ പ്രവർത്തന ഗോതയിലൊക്കെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിന്തിച്ചോളൂ. റഹ്മാനായ റബ്ബിന്റെ ദീനിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലകും. നിങ്ങളാണ് പിന്തിരിഞ്ഞു പോയാൽ, നമ്മൾ അങ്ങോട്ട് പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിൻ്റെ ദീനിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹിൻ്റെ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ നല്ല ആൺകുട്ടികളെ, നല്ല ചുണക്കുട്ടികളെ അള്ളാഹു ഏർപ്പാട് ചെയ്യും. അള്ളാഹു തആല പകരം കൊണ്ടുവരും. ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ, നിങ്ങളല്ലാത്ത സ്ത്രീകളെ, നിങ്ങളല്ലാത്ത പുരുഷന്മാരെ, നിങ്ങളല്ലാത്ത യുവാക്കളെ, നിങ്ങളല്ലാത്ത യുവതികളെ, നിങ്ങളല്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ, നിങ്ങളല്ലാത്ത കാരണവന്മാരെ അല്ലാഹു ദീനിന് പ്രദാനം ചെയ്യും. അവരുടെ ക്വാളിറ്റി എന്തായിരിക്കുമെന്നോ? സുമ്മ ലാ യകൂനു അംസാലകും. അവർ പിന്നെ നിങ്ങളെപ്പോലെ ഞഞ്ഞം മിഞ്ഞം ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് അവരവർക്ക് പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള മടിയും അലസതയും വരുമ്പോൾ കാണുന്ന ചില ന്യായങ്ങളുണ്ട്. അവിടെ അടിയാണ്, അവിടെ തമ്മിത്തല്ലാണ്. നീ എനിക്കും എൻ്റെ മക്കൾക്കൊന്നും അതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊക്കെ പണ്ട് കേട്ട ചിലതൊക്കെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞങ്ങ് ജീവിച്ചു പോയാൽ വീട്ടിൽ വരാൻ പോകുന്നത് കലഹങ്ങളാണ്. പിന്നെ ഖുർആനിൽ നിന്ന് നിങ്ങളെ ശൈത്താനാണ് കൊണ്ടുപോകും. അങ്ങനെ ധീരില്ലെന്ന് പതുക്കെ പതുക്കെയാണ് അകലുക. റെയിൽ പാളത്തിൽ നിന്ന് തീവണ്ടികൾ റെയിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പെട്ടെന്നാണ് അത് സംഭവിക്കുക. എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം ഒരു ചേഞ്ച്. അപ്പോഴേക്ക് പിന്നെ പാളം തെറ്റിയാണ് പിന്നെ റൂട്ട്, പിന്നെ പോകുന്നത് മറ്റൊരു റൂട്ടിലേക്കായിരിക്കും. അപ്പോഴേക്ക് എല്ലാം അവസാനിച്ചിട്ടുണ്ടാകും. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ മാറി നിന്നാൽ, നമുക്കിതിനോട് വിമുഖതയുണ്ടായാൽ, നമുക്കിതിനോട് താല്പര്യക്കുറവുണ്ടായാൽ നഷ്ടമൊക്കെ സംഭവിക്കുക അവരവർക്കാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ കുറിച്ച് പഠിക്കൽ എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. അത് പഠിക്കാനൊന്നും എനിക്ക് നേരല്ല എന്ന് വന്നാൽ പിന്നെ വരും തലമുറ ഇവിടെ സീറോ ആയിരിക്കും. അവരെ പിന്നെ കൊത്തിക്കൊണ്ട് പോകുന്നത് സോഷ്യൽ മീഡിയകളിൽ തിമിർത്താടുന്ന ലിബറലുകളായിരിക്കും, നിരീശ്വര നിർമ്മത വസ്താക്കളായിരിക്കും, മതനിരാസത്തിൻ്റെ ആളുകളായിരിക്കും. ആ രൂപത്തിലുള്ള കഴുക കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകളാണ് കലാലയങ്ങളിൽ കാത്തിരിക്കുന്നത്. മദ്രസയിലേക്ക് വിടാനേ മടിയുള്ളൂ, ഖുർആൻ ക്ലാസ്സിന് പോകാനേ മടിയുള്ളൂ, QHLS പോകാനേ മടിയുള്ളൂ,
ഖുത്ബക്ക് വരാനേ മടിയുള്ളൂ, പള്ളിയിൽ ജമാഅത്തിനെത്താനേ മടിയുള്ളൂ. എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ അടിയാണ്. ഇതിലേക്കാളപ്പുറമുള്ള ഒരുപാട് വിഭാഗങ്ങൾക്ക് ഉപവിഭാഗങ്ങളും ഗ്രൂപ്പുകളെയും എല്ലാമുള്ള രാഷ്ട്രീയത്തിൻ്റെയോ അതേപോലെയുള്ള സ്കൂളുകളുടെയോ മറ്റുള്ള കോളേജുകളുടെയോ ക്യാമ്പസുകളിലേക്ക് നമുക്ക് പോകാനോ മക്കളെ പറഞ്ഞേക്കാനോ ഇരട്ടിക്കിരട്ടി ഫീസ് കൊടുക്കുവാനോ നമുക്കൊരു മനസ്സാക്ഷിക്കുത്തുമില്ല. അതേ അവസരത്തിൽ മദ്രസയിൽ ഫീസൊന്ന് ഒരു 500 ഉള്ളത് 600 ആക്കിയാൽ മതി. ചോദ്യം ചെയ്യും നമ്മൾ, മുഖം ചുവന്ന് തൊടുക്കും. പരീക്ഷ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ മദ്രസയിലേതാണ് എല്ലാം മാറ്റിവെക്കുവാൻ എളുപ്പം. മദ്രസയിൽ പരീക്ഷയുണ്ടെന്നതിൻ്റെ പേരിൽ സ്കൂളുകൾ മുടക്കാറില്ല. സ്കൂളുകളിൽ പരീക്ഷ വരുമ്പോൾ മദ്രസയാണ് ഒഴിവാക്കാറുള്ളത്. അതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങളുള്ളത്. എവിടെയാണ് നമുക്ക് തകരാറ് സംഭവിക്കുന്നത്? മതപഠനത്തോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസം ഒരിക്കലും വേണ്ട എന്ന് പറയുന്നതില്ലെന്ന് ആരും മനസ്സിലാക്കുകയില്ല എന്നെനിക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിറകിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ധാരാളമായി തന്നെയുണ്ട്. അത് പ്രത്യേകമെന്ന് പറഞ്ഞുത്ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതേ അവസരത്തിൽ മതപഠന മേഖലയിൽ മദ്രസകളിൽ നമ്മുടെ എത്ര കുട്ടികൾ വരുന്നുണ്ട്? ആ മക്കളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർക്ക് എന്തറിയാം? സ്വഹാബത്തിനെ കുറിച്ച് അവർക്ക് എന്തറിയാം? ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? ഈ വിധത്തിലൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരവസ്ഥ, അത് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ആ ഒരവസ്ഥ അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള ആദിയും വ്യാധിയും ഉണ്ടാകുന്നതോടൊപ്പം വരും തലമുറയെക്കുറിച്ചും ആ വ്യാധി ഉണ്ടാകും. അത് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. ഇതാ നമ്മളിപ്പോൾ ദുൽഖഅദ താണ്ടി 20-ലെത്തി. ദുൽഹജ്ജ് മാസം വരാൻ പോവുകയാണ്. മഹാനായ ഒരു പ്രവാചകന്റെ ഓർമ്മകളിലേക്ക് കിടക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വജുനുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എന്നെ വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റണേ, ശിർക്കിൽ നിന്ന് എന്നെ ദൂരെയാക്കണേ, വബനിയ എൻ്റെ മക്കളെയും. മഹാനായ ഒരു പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത്, മഹാനായ ഒരു നബിയാണ് പ്രാർത്ഥിക്കുന്നത്, എന്നെയും എൻ്റെ മക്കളെയും ശിർക്കിൽ നിന്ന് അകറ്റണമേന്ന്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ മനസ്സിൽ ആ വിധത്തിലുള്ള ഒരു ചിന്തയുണ്ടോ? എന്താണ് തൗഹീദ് ശിർക്ക് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള തകരാറെന്താണ്? രാജ്യത്ത് ആദർശങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ ദുർന്യായങ്ങളും പറഞ്ഞ് വരും തലമുറ എന്താണ് തൗഹീദ് ശിർക്കെന്ന് മനസ്സിലാക്കാതെ പോയാൽ, താനിരിക്കേണ്ട ഇടത്ത് താനിരിക്കാതിരിക്കുമ്പോ അവിടെ താൻ തോന്നികൾ കയറിയിരുന്നവർ തിന്മകളിലേക്ക് മാടി വിളിക്കുമ്പോ അത് ശരിയെന്നല്ലേ എന്ന് തോന്നിയിട്ട് അവരുടെ പിറകെയും ഉണ്ടാകും ആളുകൾ. അതുകൊണ്ടാണ് ഈ തലമുറ കഴിഞ്ഞ തലമുറ കഷ്ടപ്പെട്ട് ഈ തലമുറക്ക് ആദർശം പകർന്നതുപോലെ വരും തലമുറയ്ക്ക് ഈ ആദർശം പകരണം എന്ന് പറയാൻ വേണ്ടി ആദർശ സംരക്ഷണത്തിൻ്റെതായ സമ്മേളനങ്ങൾ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ എക്കാലഘട്ടത്തിലും സംഭവിക്കാറുണ്ട്. നേരത്തെ ഇവിടെ കേട്ടില്ലേ, 10-15 വർഷമായി നിന്നുപോയതായിരുന്നു ഷിയാക്കളുടെ കേന്ദ്രമായ കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന മുഹമ്മദ് ഷാ എന്ന പേരിൽ സാധാരണക്കാർ മമ്മി ഷാ എന്ന് വിളിച്ചിരുന്ന ആ ഷിയ നേതാവിൻ്റെ പേരിലുണ്ടായിരുന്ന ഫാരിസി മോഡലിലുള്ള കേരളത്തിലെ ആദ്യ ദർഗയാണത്. ഇറാനി മോഡലിലുള്ള ജാറമാണ് കൊണ്ടോട്ടി തക്കിയക്കൽ ദർഗ. അവിടെ ഇപ്പോൾ പൂരം തുടങ്ങി. ഷിയാക്കളുടെ സ്വാധീനമാണ്. അവരുടെ ബാനറുകൾ നിങ്ങൾ നോക്കിയോ? യാ മുഹമ്മദ്, യാ ഫാത്തിമ, യാ അലി, യാ ഹസൻ, യാ ഹുസൈൻ എന്ന മുദ്രാവാക്യമാണ്. ഷിയയിസത്തെ കൊണ്ടുവരികയാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല, ഞങ്ങളൊക്കെ ഇവിടെ എല്ലാം സേഫാണ് എന്ന് വിചാരിച്ചിരിക്കാനായില്ല. എവിടെയും കടന്നു വരും, ഏത് ഹറമിലേക്കും കടന്നു വരും. അതുകൊണ്ട് തന്നെ ആദർശ പഠനം കൃത്യമായി സമൂഹത്തിന് കിട്ടണം എന്നുള്ളത് കൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും അത് കിട്ടുന്ന നിലക്ക് വിസ്ഡം യൂത്ത് കൃത്യമായി തന്നെ പ്ലാനിങ് ചെയ്തു കഴിഞ്ഞു. കൊണ്ടോട്ടി നേർച്ച അവസാനിച്ചേയുള്ളൂ. ആ പൂരം ഇപ്പോൾ 2 ദിവസം മുമ്പ് അവസാനിച്ചേയുള്ളൂ. എന്താണിവിടെ? മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട്
ഇറക്കുമതി ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിലതാ സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ്, ആദർശ സമ്മേളനങ്ങൾ. അതിൻ്റെ തുടക്കമായി മറ്റന്നാൾ ചൊവ്വാഴ്ച കൊണ്ടോട്ടിക്കടുത്തുള്ള കിഴിശ്ശേരിയിൽ ഒന്നാമത്തെ ആദർശ സമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ്. അവിടുന്ന് അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായി അത് നടക്കും. ഞാൻ എൻ്റെ ഇടത്തനാട്ടുകരയിലെ പ്രിയമുള്ളവരോട് അത് ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രദേശത്തത് ഉണ്ടായില്ലെങ്കിലും ഓൺലൈനിലൂടെ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ എന്ന് നിങ്ങളും അറിയണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾ അറിയണം, ഗൗരവം മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ഇസ്ലാഹ് എന്ന് പഠിക്കണം. ചിലരൊക്കെ ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ ഇസ്ലാമികമായ നിലക്ക് മുൻഗാമികൾ അങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കാതെ പുത്തൻ വ്യാഖ്യാനങ്ങൾ പറയലാണ് ഇസ്ലാഹി എന്നാണ് പലരും കണക്ക് കൂട്ടിയത്. സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെപ്പോലും ഒരു നാലാളുടെ മുമ്പിലിട്ടൊന്ന് പരിഹസിച്ചില്ലെങ്കിൽ ഞാനൊന്നും ഒരു യഥാർത്ഥ ഇസ്ലാഹിയാവില്ല എന്ന മട്ടിൽ ചിന്തിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. ആലോചിക്കണം പ്രിയമുള്ളവരെ, ഇതൊന്നും കക്ഷിവഴക്കിൻ്റെ പ്രശ്നമായി കാണാൻ നമുക്ക് പാടില്ല. നമ്മുടെ ഖബറിൽ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കൊണ്ടുപോയി വെച്ചാൽ അവിടെ വരുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം അല്ലാഹുവിനെ സംബന്ധിച്ചായിരിക്കും. രണ്ടാമത്തെ ചോദ്യം ദീനിനെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചായിരിക്കും. റസൂലിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ചിന്തിക്കു പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന പരീക്ഷയാണത്. ആ പരീക്ഷയിലെ ചോദ്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വരുന്ന കൃത്യമായ ചോദ്യം, ആ ചോദ്യം വരുമ്പോൾ മോമിനീങ്ങളായ മനുഷ്യന്മാരൊക്കെ മുസ്തഫയെ കുറിച്ച് നിനക്കെന്തറിയാമെന്ന ചോദ്യത്തിന് മുഅ്മിനീങ്ങളായ ആളുകൾ, നല്ല ഈമാനുള്ള ആളുകൾ, വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ, ഹദീസുകളെ മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ആളുകൾ, കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് വിശ്വാസവും അന്ധവിശ്വാസവും ഏതാണെന്ന് പ്രമാണങ്ങളെ മാറ്റുരച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ, അവർക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുന്ന നേരത്ത് പറയുന്ന മുഅ്മിനായ മനുഷ്യൻ ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അങ്ങനെ പറയാൻ. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ വ്യക്തിത്വമാണത്. തീർന്നില്ല, അവർ കൊടുക്കുന്ന മറുപടി കേട്ടോ. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ. ആ നബിയാണ് ഞങ്ങൾക്ക് സത്യവും അസത്യവും എന്താണെന്ന് വ്യക്തമായി വിവരിക്കുന്ന തെളിവുകൾ കൊണ്ടുവന്ന് തന്നത്. വൽ ഹുദാ, സന്മാർഗം എന്താണെന്ന് ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമാകുന്ന വിധത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾക്ക് കൊണ്ടുവന്ന നബിയാണത്. അങ്ങനെ ആ നബി കൊണ്ടുവന്ന തെളിവുകളെയും പ്രമാണങ്ങളെയും പഠനങ്ങളെയും ഒക്കെ കേട്ടപ്പോൾ ഫഅജബ്നാ, ഞങ്ങളൊക്കെ അതിന് ഉത്തരം കൊടുത്തവരാണ്. ആ നബി പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിച്ചവരാണ്. വത്തബഅനാ, ഞങ്ങൾ അതിനെ പിൻപറ്റിയവരും ഫോളോ ചെയ്തവരുമാണ്. വആമന്നാ, ഞങ്ങൾ അതിലൊക്കെ മുഴുവനും അടിയുറച്ച് വിശ്വസിച്ചവരുമാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്ന് പറയുകയും ദീനിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചവനാണെന്ന് പറയുകയും അതിൻ്റെ തന്നെ ഭാഗമായി സ്പെഷ്യലായിക്കൊണ്ട് മുസ്തഫയെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ നേരത്ത് അത് അള്ളാഹുവിൻ്റെ റസൂലാണ്, അവിടുന്ന് ഞങ്ങളിൽ വന്ന ദൗത്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു, അവിടുന്ന് പഠിപ്പിച്ചത് ഇതൊക്കെ ആയിരുന്നു, അത് മുഴുവനും ഞങ്ങൾ അംഗീകരിച്ചവരാണ്, അത് പിൻപറ്റിയവരാണ്, അത് വിശ്വസിച്ചവരാണ് എന്ന് മലക്കുകളോട് മറുപടി പറയാൻ മുഅ്മിനായ മനുഷ്യന് സാധിക്കുന്നു. അതേ അവസരത്തിൽ മുനാഫിഖായവൻ, സംശയരോഗമുണ്ടായിരുന്നവൻ, കാഫിറായ മനുഷ്യൻ, അവൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ
ഖബറിൽ കിടന്നുകൊണ്ടവൻ അട്ടഹസിച്ചുകൊണ്ട് പറയുന്ന ഒരൊറ്റ മറുപടിയുണ്ട്, ലാ അദ്രീ, നിങ്ങൾ ഈ ചോദിക്കുന്നതൊന്നും എന്നോട് ചോദിക്കല്ലേ, എനിക്കതിനെക്കുറിച്ച് കാര്യമായ പിടിപാടൊന്നുമില്ല, ഞാനതൊന്നും കൃത്യമായി മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയതുമില്ല. സമിഅ്തു الناس يقولون شيئا, ആളുകൾ ചിലതൊക്കെ പറയുന്നത് ഞങ്ങൾ അവിടുന്നും ഇവിടുന്നുമൊക്കെയായി കേൾക്കാറുണ്ടായിരുന്നു. ഫഖുൽതു, അങ്ങനെ ഞങ്ങളും ഇടക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ, ഞങ്ങളും മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞു എന്നതല്ലാതെ, ഞങ്ങളുടെ ഖൽബിൻ്റെ അകത്തേക്ക് അതിനെ ദൃഢമായി കയറ്റി വെച്ചിട്ട് അത് ശരിയായ അർത്ഥത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ജീവിതത്തെ ക്രമീകരിക്കുകയുമൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോൾ ഖബറിലതാ ഏറ്റവും കടുത്ത രൂപത്തിലുള്ള ഇരുമ്പിൻ്റെ ഹാമർ കൊണ്ട് അവരുടെ ഇരു കഴുത്തുകൾക്കുമിടയിൽ ഒരൊറ്റ അടിയാണ്. ആ ഒരൊറ്റ അടിയങ്ങടിക്കുമ്പോഴേക്ക് എത്രയോ കാലങ്ങൾക്കുള്ളിലേക്ക് ഖബറിലേക്ക് അവരെ താഴ്ന്നു പോകുന്നു, പിന്നെയും പൊങ്ങി വരുന്നു, പിന്നെയും അടി ലഭിക്കുന്നു. സ്വഹീഹായ ഹദീസുകളിൽ കാണുന്നു. ഇതൊക്കെ വിശ്വസിച്ച ഇസ്ലാഹി ആകൂലാന്നും, ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ലോക്കപ്പ് മർദ്ദനമാണെന്നും, അങ്ങനെ ഒരു ഖബറിലെ ശിക്ഷയൊന്നുമില്ലെന്നും, ആ വിധത്തിലൊക്കെയുള്ള ചിന്തയൊക്കെ ഖുറാഫാത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകലാണെന്നുമൊക്കെ പറയുന്നവരിൽ ആരെങ്കിലും പെട്ടുപോയെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളുടെയും പിന്തലമുറക്കരായി ജീവിച്ചു മരിച്ചു പോയാലല്ലാതെ മുത്ത മുസ്തഫ പഠിപ്പിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങളതിനെ പിൻപറ്റിയവരാണ്, ഞങ്ങളതിനെ ഫോളോ ചെയ്തവരാണ്, ഞങ്ങളതിന് ഉത്തരം കൊടുത്തവരാണ് എന്ന് ഖബറിൽ മറുപടി പറയാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ സാധ്യമാകുമോ? നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ആലോചനയാണത്. ഞാൻ ആലോചിക്ക്, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്ക്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ മരണം? അതിന് ഡേറ്റ് വേണോ? അതിന് ആരോഗ്യം വേണോ? അല്ലെങ്കിൽ രോഗം വേണോ? അതിന് പ്രായഭേദമുണ്ടോ? എപ്പോഴാണ്? ഇവിടെ നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞില്ലേ എത്രയെത്ര മരണങ്ങൾ, ഇന്നും ഇടത്ത നാട്ടുകര നിവാസികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത മരണങ്ങൾ. അത് നല്ല ചെറുപ്പക്കാരുടെ ടീനേജുകാരുടെ മരണങ്ങൾ, പ്രായമുള്ളവരുടെയും അല്ലാത്തവരുടേതുമായ മരണങ്ങൾ. എത്രയെത്ര മരണവാർത്തകളാ നമ്മൾ കേൾക്കുന്നത്. ഏത് വ്യക്തിക്കും അത് അനുഭവിച്ചല്ലേ പറ്റൂ. ആ മരണം അങ്ങ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളെ കുടുംബത്തിന് പിന്നെ നമ്മൾ അന്യരായി മാറുന്നത്. അഡ്രസ്സ് പോലും മാറിപ്പോയി. ഇന്ന് വരെ ഉപ്പ ഉമ്മ എന്ന് വിളിച്ച മക്കൾക്ക് പോലും പേര് മാറുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? മയ്യത്തെടുക്കുന്നത് എപ്പോഴാ? മയ്യത്ത് നിസ്കരിക്കുന്നത് എപ്പോഴാ? ഉപ്പാനെ കുളിപ്പിക്കുന്നത് എപ്പോഴാ? ഉപ്പയെ ഖബറിൽ വെക്കുന്നത് എപ്പോഴാ? ഉപ്പാടെ നിസ്കാരം എപ്പോഴാ എന്ന ചോദ്യമില്ലല്ലോ. മറിച്ച് പേര് പോലും മാറിപ്പോയി, അഡ്രസ് പോലും മാറിപ്പോയി. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ പോലും പിന്നെ മയ്യത്തെടുക്കുന്നത് എപ്പോഴാണ് ചോദിക്കുന്നത്. അങ്ങനെ മയ്യത്തായിപ്പോയി, അഡ്രസ് പോലും മാറിപ്പോയി. ഒട്ടും താമസിയാതെ ബന്ധപ്പെട്ടവരുടെ ഗദ്ഗതങ്ങൾക്ക് നടുവലോടെ ആ മയ്യത്ത് കെട്ടിലേറ്റിക്കൊണ്ട് നമ്മുടെ ജനാസ അങ്ങ് കൊണ്ടുപോയി അതേ നിസ്കാരവും നിർവഹിച്ച് ഖബർസ്ഥാനില്ലതാ 6 അടി മണ്ണിൽ മൂടുകല്ലുകൾക്ക് താഴെ കിടക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് കയറി വരുന്നല്ലോ. മുൻകറും നക്കീറും കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ റബ്ബാരടോ? ദീനേതടോ? മുത്ത മുസ്തഫയെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ടടോ? ആ ചോദ്യമാണ് ഈ കേട്ടത്. സ്വന്തത്തോട് ചോദിക്ക്, ഇവിടെ ഇരുന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്ക്. ഈ ചോദ്യം എനിക്ക് വരുമ്പോ എനിക്ക് പറയാൻ കഴിയുമോ? അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് എനിക്കവിടെ പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞതുപോലെ ആയിരുന്നുവോ ജീവിതം? അങ്ങനെയാണോ കുടുംബ ജീവിതത്തിൽ ജീവിച്ചത്? അങ്ങനെയാണോ മക്കളെ വളർത്തിയത്? അങ്ങനെയാണോ മക്കൾ കലാലയങ്ങളിൽ പോയത്? അങ്ങനെയാണോ തിരിച്ചു വന്നുകൊണ്ട് ജീവിച്ചത്? അങ്ങനെയാണോ കല്യാണപ്പന്തലിൽ ഇടപെട്ടത്? അങ്ങനെയാണോ നമ്മൾ ടൂറ് പോയത്?
അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലകളിലും നമ്മൾ ജീവിച്ചത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറയൽ മാത്രമല്ല, അടുത്ത കണ്ടീഷൻ അല്ല പറഞ്ഞത് പഠിക്കണ്ടേ മക്കളെ. സുമ്മസ്തഖാമൂ, പിന്നീട് പറഞ്ഞതിനോട് യോജിച്ച നിലക്ക് മുസ്തഖീമായി നേരെ ചൊവ്വയുള്ള ജീവിതം ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കുന്ന നേരത്ത് റഹ്മത്തിന്റെ മലക്കുകളല്ല, നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും അതിസുന്ദരന്മാരായ രൂപത്തിൽ റഹ്മത്തിന്റെ മലക്കുകൾ അങ്ങനെ അണിനിരന്നിരിക്കുന്നു. അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ടവരല്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ. വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ. ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഭയപ്പെടല്ലേ എന്ന് പറഞ്ഞ് മോമിനിന്റെ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നവര് നേരം വരണമെങ്കിൽ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല. സുമ്മസ്തഖാമൂ, അതിനനുസരിച്ച് ജീവിതത്തെ അങ്ങ് ക്രമീകരിച്ചോളണം. അതാണ് ഒന്നാമത്തെ ചോദ്യം. അള്ള റബ്ബാണെന്ന് പറയാൻ കഴിയുമോ? അതിന് മാത്രം എനിക്ക് അള്ളാനെ പേടിയുണ്ടോ? റഹ്മാനായ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നുണ്ടോ? ആളുകളുടെ മുമ്പിലാണോ എനിക്ക് തഖ്വ? എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്ക് തഖ്വ തരണേന്ന് നമ്മൾ തേടേണ്ടവരല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ, അല്ലാഹുവേ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണം, തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തണം, ജീവിതത്തിൽ വിശുദ്ധിയിൽ നീ ഉറപ്പിച്ചു നിർത്തണം. അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഷർറുകളിൽ നിന്ന് കാവൽ തരണം. കാരണം ലോകത്ത് മനുഷ്യരിന്ന് റബ്ബിനെ മറക്കാൻ കാരണമാകുന്നത്, മുത്ത് മുസ്തഫ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് വിട പറയാൻ നിമിത്തമാകുന്നത് 5 പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ആ 5 മഹത്തായ കാര്യങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ നിത്യവും നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്ത് പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഈ വമിൻ ശർരി ബസരീ വമിൻ ശർരി ലിസാനീ വമിൻ ശർരി ഖൽബീ വമിൻ ശർരി മനീ. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചോദിക്കുക, എനിക്കിത് മനഃപ്പാടമുണ്ടോ? ഈ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ടോ? എൻ്റെ മക്കൾ ചൊല്ലാറുണ്ടോ? ഉമ്മമാര് ചോദിക്ക്, നിങ്ങൾക്കിതറിയാമോ? കുടുംബത്തിൽ എത്ര പേർക്കറിയാം? അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവല് തേടുകയാണ്, മിൻ ശർരി സംഈ, എൻ്റെ കാതുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ബസരീ, എൻ്റെ കണ്ണുകൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ലിസാനീ, എൻ്റെ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി ഖൽബീ, എൻ്റെ ഹൃദയം മുഖേന സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന്, വമിൻ ശർരി മനീ, എൻ്റെ ലൈംഗികാവയവം മുഖേന ഉണ്ടാകുന്ന ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് തേടുന്നു. അല്ലാഹ്, മുസ്തഖീമായ റൂട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന അർത്ഥത്തോടുകൂടി പഠിച്ചു മനസ്സിലാക്കി ചൊല്ലിയേ പറ്റൂ. അത്രക്ക് ആശയങ്ങൾ നിറഞ്ഞതാണ് 5 കാര്യങ്ങൾ. നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ലഹരിയാവട്ടെ, അതേപോലെ തന്നെ അവിഹിതമായ ബന്ധങ്ങളാവട്ടെ, അവിഹിതമായ ചാറ്റിങ്ങുകളും സംസാരങ്ങളും ഫോൺ കോളുകളും ആവട്ടെ, വ്യഭിചാരങ്ങളാവട്ടെ, ലഹരിയുടെയും മറ്റു സംസ്കാരങ്ങളാവട്ടെ, ഏതൊക്കെ തോന്നിവാസങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും പിറകിലും വേണ്ടാവൃത്തിയുള്ള നോട്ടത്തിലും കേൾവിയിലും ആനന്ദത്തിലും സംഗീതത്തിലും മ്യൂസിക്കിലും ഡാൻസിലും പോരാത്ത ഒട്ടേറെ കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും മതനിരാസത്തിലും ലിബറൽ ചിന്താഗതികളിലും ഈ പറഞ്ഞ 5 കാര്യങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ഏത് തിന്മയാണുള്ളത്
അതുകൊണ്ടാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, വിവരിക്കാൻ എനിക്ക് നേരമില്ല. കാതുകൊണ്ട് മാത്രമുണ്ടാകുന്ന ആപത്തുകൾ എത്രയാണ്, കണ്ണ് മുഖേന സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, നാവ് കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, ഖൽബ് കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്, ലൈംഗികാവയവം കൊണ്ട് സംഭവിക്കുന്ന ആപത്തുകൾ എത്രയാണ്. ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള ലൈബ്രറികളിലൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തു നോക്കൂ. അവയവങ്ങൾ, മനുഷ്യൻ്റെ അവയവങ്ങൾ മുഖേന സംഭവിക്കുന്ന ആപത്തുകളെ കുറിച്ച് മാത്രം തിസീസുകൾ എഴുതിയ, അതെഴുതിയിട്ട് ഡോക്ടറേറ്റ് വാങ്ങിയ മഹാപണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അവൻ എത്തിപ്പെടുന്ന ആപത്തുകളെ നൂറുകണക്കിനാണ് വിശദീകരിച്ചിട്ടുള്ളത്. നമുക്ക് നല്ല ഭയം വേണ്ടേ ഉപ്പമാരെ, ഉമ്മമാരെ? ഇക്കാലഘട്ടം വളരെ മോശമായി എന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? അതിനെന്ത് വേണം? അതിന് അള്ളാഹിനെ കുറിച്ച് പേടി വേണം. അള്ളാഹിനെ കുറിച്ച് പേടി എനിക്കില്ലാതെ അത് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, എനിക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്ക് നല്ലത് കേൾക്കാനും വായിക്കാനും പഠിക്കാനും ദിക്റുകൾ ചൊല്ലാനും സലാത്തുകൾ ചൊല്ലാനുമൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിൽ അതെന്നിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ലല്ലോ. ഹിദായത്ത് എന്ന് പറയുന്നത് റബ്ബ് തരേണ്ട വരദാനമാണ്, റബ്ബ് തരേണ്ടുന്ന തൗഫീഖാണ്. ആ തൗഫീഖ് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ കോടികൾ സമ്പാദിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? എത്ര വലിയ സെലിബ്രിറ്റികളാ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. അവർക്ക് പണത്തിന് വല്ല കമ്മിയുമുണ്ടോ? എത്രയെത്ര ബോഡി മത്സരങ്ങളിൽ പങ്കെടുത്ത, ശരീര മത്സരങ്ങളിൽ പങ്കെടുത്ത, സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്തവരാണ്. ഒരു മുഴം കഴുത്തിലെ അതാ കയറിൽ കെട്ടിത്തൂങ്ങിയിട്ടും ഒരു കവിൾ വിഷം കുടിച്ചിട്ടുമൊക്കെ ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടുന്നത് എന്തേ? അവർക്കെന്തിൻ്റെ കുറവാണ്? അവർക്ക് കമ്മി വന്നത്, അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കണ്ണുകളും കാതുകളും നാവുകളും ഹൃദയങ്ങളും അവരുടെ ലൈംഗികാവയവങ്ങളും വിഹിതമായ മാർഗം വിട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ നൽകിയ റഹ്മാനായ റബ്ബിന്റെ ബറക്കത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ പണം കൊടുത്താ കിട്ടൂല. കോടികൾ കോടികൾ ബാങ്കിൽ ബാലൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, ജീവൻ അങ്ങ് നശിപ്പിച്ച് കളയും. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴണോ? നമ്മുടെ മക്കൾ തരം താഴണോ? അതില്ലാതിരിക്കണമെങ്കിലാണ് ഈ പറയുന്നത്. കൃത്യമായി റഹ്മാനായ റബ്ബനെ കൺട്രോൾ ചെയ്യുന്നു എന്ന ബോധം വരലല്ലാതെ നിവൃത്തിയില്ല. ആരെങ്കിലും കാണുന്നിടത്തും കേൾക്കുന്നിടത്തും മാത്രം തഖ്വയല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ തഖ്വയെക്കുറിച്ച് പറഞ്ഞപ്പോ, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും തഖ്വയുള്ളവനായി ജീവിക്കണം. അത് എല്ലാ ഇടങ്ങളിലും നമുക്ക് ആവശ്യമാണ്. മുസ്തഫ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ചര്യകളിലാണോ നമ്മളുള്ളത്? രാവിലെ എഴുന്നേറ്റ് മുതൽക്ക് തുടങ്ങുന്നില്ലേ ദിക്റുകളും ദുആകളും? അത് ഉറങ്ങുന്നത് വരെ നമുക്ക് പറയാനില്ലേ? ആ ദിക്റുകളും ദുആകളും മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നേരത്തെ ഞാൻ പറഞ്ഞ അസ്മാഉൽ ഹുസ്നകളെ പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കെന്നോടെന്ന പോലെ നിങ്ങളോട് നൽകാനുള്ള ഈ വാർഷികത്തിലെ രണ്ടാമത്തെ വസിയത്ത് അതാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ദിക്റുകൾ തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിച്ച്, അർത്ഥം പഠിച്ച്, ആശയം പഠിച്ചിട്ട് നിങ്ങളത് ചൊല്ലണേ. ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുമാറരുത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് തിരക്കുകളുണ്ടെങ്കിലും ഒരു ടോട്ടൽ അരമണിക്കൂർ കൊണ്ട് അദ്കാറു സബാഹ് ചൊല്ലി തീർക്കാം. മഗ്രിബ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരമണിക്കൂർ മുമ്പ് കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാം. ജീവിതത്തിൻ്റെ എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. നമുക്ക് വരുന്ന ആപത്തുകളിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ? നമുക്ക് മാറാവ്യാധികൾ ഇനി വരാൻ പോകുന്നുണ്ടോ? എപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത്? ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് രോഗിയാണെന്നറിയുന്നത്. ഇങ്ങനെയൊക്കെ പേടിച്ച് ഭൗതികമായ രോഗങ്ങളെയും മാനസികമായ രോഗങ്ങളെയും ഒക്കെ പേടിപ്പെടുത്തുന്ന നമ്മൾ, അതിനെക്കുറിച്ച് ആകുലരാകുന്ന നമ്മൾ, പ്രൊട്ടക്ഷനുകൾ മുസ്തഫ പഠിപ്പിച്ചില്ലേ ഉമ്മമാരെ? അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി.
اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. ഇവിടെ കൂടിയ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിക്ക്, എൻ്റെ നേതാവ് മുത്ത് മുസ്തഫ, ആ മുത്ത് മുസ്തഫയെ കുറിച്ച് ഖബറിൽ എന്നോട് ചോദിക്കുമ്പോ ആ നബി കൊണ്ടുവന്നതൊക്കെ പഠിച്ചയാളായിരുന്നു ഞാന്, ഉത്തരം കൊടുത്തയാളായിരുന്നു ഞാന്, ജീവിതത്തിൽ അത് പിന്തുടർന്നവരായിരുന്നു ഞാനെന്ന് ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലേ? ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഈ ദിക്റുകളെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തുകൊണ്ടൊന്ന് പഠിച്ചു വെക്ക്. റഹ്മാനായ റബ്ബിനോട് അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ പ്രഭാതത്തിലും ഒരൊറ്റ പ്രദോഷത്തിലും ഈ കാവൽ തേട്ടം നടത്താത്ത ഒരു ദിവസം അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഹദീസുകൾ വ്യക്തമായി നമ്മോട് പറയുമ്പോ, ഈ എടത്തനാട്ടുകരയിൽ നിന്നും ശബ്ദം കേൾക്കുന്നവരെ, ഈ ശബ്ദം ദൂരദിക്കുകളിൽ നിന്ന് കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിക്റ്, ഈ ഒരു ദുആ എത്ര പേർക്കറിയാം? എന്തേ സാമ്പിളിന് ഞാൻ അത് പറയാൻ കാരണം, 6 വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. ഭൗതികമായ നിലക്കുള്ളതാവട്ടെ, അതുപോലെ തന്നെ മറ്റു നിലക്കുള്ള പരിക്കുകളാവട്ടെ, എല്ലാ പരിക്കുകളും നമ്മെ ഏൽപ്പിക്കുന്നത് അത് ഭൗതികമായ നിലക്കുള്ള മനുഷ്യരാണെങ്കിലും പിശാചുക്കളാണെങ്കിലും മറ്റു വിധത്തിലൊക്കെയാണെങ്കിലും ഏത് വിധത്തിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും ഒന്നുകിൽ അത് മുന്നിലൂടെയുള്ള അറ്റാക്കാണ്, അല്ലെങ്കിൽ പിന്നിലൂടെയാണ്, അല്ലെങ്കിൽ വലതുവശത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഇടതുവശത്തിലൂടെയാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ താഴെ നിന്നാണ്. 6 മാർഗത്തിൽ നമുക്ക് വരുന്ന പരിക്കുകളിൽ നിന്നൊക്കെ സർവ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാ സൂചന പറഞ്ഞ് മതിയാക്കുന്നത്. എത്ര പേർക്ക് അതറിയാം? അല്ലാഹുമ്മ സ്തുർ ഔറാത്തി, അതിലൊരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഔറത്ത് മറച്ചു വെക്കണേ അല്ലാ. അത് പറയാത്തൊരു രാവും പകലും, അത് പറയാത്തൊരു ദിനം മുത്ത് മുസ്തഫാക്ക് കടന്നു പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഔറത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ ഞാൻ മറ്റൊരാൾ കാണാൻ ഇഷ്ടപ്പെടാത്ത പലതുമുണ്ട്. അത് ഞാൻ മറക്കുന്നത് എൻ്റെ വസ്ത്രം കൊണ്ടാണ്. അതേപോലെ തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് മാലോകരറിയാതെ മൂടി വെച്ചുകൊണ്ട്, എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകിക്കൊണ്ട്, ജനകോടികൾക്കിടയിൽ വഷളാവാതെ എൻ്റെ ശിഷ്ടകാല ജീവിതം തഖ്വയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ റബ്ബിൻ്റെ കാവൽ എനിക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്തുർ ഔറാത്തി എന്ന് പറയുന്നത്. എൻ്റെ ഔറത്തൊക്കെ മറച്ചു വെക്കണേ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്ക്, എത്ര ഇടങ്ങളിലാണ് നിങ്ങൾ ഔറത്തുകൾ മറച്ചു വെക്ക അല്ലാഹ് പറയുന്നതിൽ എന്തൊക്കെ ആത്മാർത്ഥതയാണ് നമുക്കുണ്ടാവുക. ഔറത്ത് പ്രദർശിപ്പിക്കാനല്ലേ മത്സരിക്കുന്നത്. ഏറ്റവും കൃത്യമായി എങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം മാലോകർക്ക് മുമ്പിൽ വെളിപ്പെടുത്താമെന്ന മത്സരങ്ങളല്ലേ നടക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ വ്ളോഗർമാരായിക്കൊണ്ടും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവൃത്തികളും പാചക കലകളും വീട്ടിലെ വിശേഷങ്ങളുമൊക്കെ ഇതാ മാലോകർക്ക് കാണിക്കാനുള്ള വ്ളോഗർമാർ എന്ന പേരിൽ ഇറങ്ങുന്ന ഈ താത്തമാര്, അതേപോലെയുള്ള ആളുകള്, അവർ ഈ സമൂഹത്തിൽ നൽകുന്ന മെസ്സേജുകൾ എന്താണ്? നമ്മുടെ പെൺകുട്ടികൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺകുട്ടികളുടെ പാൻ്റ് താഴേക്ക് ഇറങ്ങുമ്പോ പെൺമക്കളുടെ പാൻറ്റുകൾ ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോകുന്നു. ഒരു ടീഷർട്ട് അവർ ധരിക്കുകയാണ്, അവർ പേര് പറയും മുസ്ലിമാണ്, അതുകൊണ്ട് പ്രത്യേകമായ മോഡലിൽ ഒരു മഫ്ത ധരിക്കുകയാണ്. ആ മഫ്ത അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടുന്നില്ല, 2 സൈഡിലേക്ക് അവരത് മാറ്റിവെച്ചിരിക്കുന്നു. കലാലയങ്ങളിൽ എത്തുമ്പോഴേക്ക് അധ്യാപകരുടെ ക്ലാസ്സിലേക്ക് അവർ കയറുന്നതിൻ്റെ മുമ്പ് അവരുടെ സ്കൂൾ ബാഗുകളിൽ അവർ കരുതി വെച്ചിട്ടുള്ള മേക്കപ്പ് സെറ്റുകൾ ഒരു 3-4 തവണ അവർ തുറന്നിട്ട് കൊച്ചു കണ്ണാടിയിൽ നോക്കി അവർ ചുണ്ട് ചുവപ്പിക്കുന്നു, അവർ റൂഷ് പുരട്ടുന്നു, മസക്കാര ഉപയോഗിക്കുന്നു. ഏതേത് വിധത്തിലുള്ള കാര്യങ്ങളാണോ അതൊക്കെയും അവർ ചെയ്യുകയാണ്. ഇതൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങണം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിനോട് അവർക്ക് പുച്ഛം തോന്നുന്നു.
ആ കുട്ടികൾ, അങ്ങനെയുള്ള മക്കൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതാ സ്ട്രീറ്റിലൂടെ ചില വ്ളോഗർമാർ വരുന്നു. ഒരു മൈക്കും ഒരു ക്യാമറയും തോളിൽ തൂക്കിയിട്ട് നാണമില്ലാത്ത ചില തെമ്മാടികളായ ആളുകൾ നമ്മുടെ മക്കളെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, സെക്സ് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? നിങ്ങളോടൊരാൾ സെക്സ് തരുമോ എന്ന് ചോദിച്ച അഭിപ്രായം എന്താണ്? തട്ടമിട്ട് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പോലും പറയുകയാണ്, അതിലിപ്പോൾ വലിയ തകരാറൊന്നും തോന്നുന്നില്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ എല്ലാവരും അങ്ങനെ താല്പര്യം പറയാൻ പാടില്ലെന്ന് പറയാനും ഞാൻ ആളല്ല. അപ്പൊ ഫ്രീ സെക്സിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആളുകൾ, വിവാഹം കഴിഞ്ഞാലും മറ്റൊരാളുടെ കടപ്പറയിലേക്ക് പോകുന്ന ഭർത്തൃമതിയായ പെണ്ണിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് കാലം അറിയില്ലേ എന്ന ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങൾക്കുള്ള മറുപടികൾ ഒപ്പിച്ചുകൊണ്ട് സ്ട്രീറ്റിലിറങ്ങുന്ന തെമ്മാടിക്കൂട്ടങ്ങളായ അത്തരത്തിലുള്ള ആളുകളോട് ഒരു ലജ്ജയും കൂടാതെ മറുപടി പറയുമ്പോ, ഉമ്മ നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ, ഈ മോള് ഖബറിലെത്തുമ്പോ മുത്ത് മുസ്തഫയെ കുറിച്ചുള്ള ചോദ്യത്തിന്, അള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യത്തിന്, ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അണുപ്പൈ തീർത്തുകൊണ്ട് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഓരോരുത്തരും അവരവരോടൊന്ന് ചോദിക്ക. ഏത് സമയത്തും എനിക്കെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ രൂപത്തിൽ ഇങ്ങനെ ഒരു അലാസ്റ്റിക് പരുവത്തിൽ നീട്ടാനും കുറക്കാനും ഉള്ളതല്ല ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കണം. ഏതൊരു കാര്യത്തിൻ്റെയും ശരിതെറ്റുകൾക്ക് മാനദണ്ഡമാക്കേണ്ടത് നാട്ടുനടപ്പ് നോക്കിയിട്ടല്ല, കുടുംബത്തിലെ അംഗങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുമല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ ഉദാഹരണമായി ഒരു വിവാഹം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനിക്കുന്നതിൻ്റെ പ്രത്യേകമായ ആലോചനകൾ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാമതായി ആലോചിക്കേണ്ടത് ദീനുള്ളവരെ ആയിരിക്കണം എനിക്ക് ചെക്കനായും പെണ്ണായും കിട്ടേണ്ടത്. അവിടെ മുതൽക്ക് തന്നെ നമ്മുടെ തീരുമാനങ്ങളിൽ കൃത്യത വേണം, വ്യക്തത വേണം. അങ്ങനെ കല്യാണത്തിന് തീരുമാനമായി പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന പോക്കിലും വേണം ചില തീരുമാനങ്ങൾ. ഇസ്ലാമാണ് മാനദണ്ഡം, നാട്ടു നടപ്പല്ല. അങ്ങനെ കാണാൻ പോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ മുമ്പിലേക്ക് പെണ്ണൊരുങ്ങി വരൽ ഇസ്ലാമിലുള്ളതല്ല. ആരാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മാത്രമേ നിങ്ങൾ പെണ്ണിനെ കാണിച്ചു കൊടുക്കാവൂ ആണുങ്ങളുടെ കൂട്ടത്തിൽ. അതേ അവസരത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളായിട്ട് പോകുന്നവരാരൊക്കെയുണ്ടോ കുടുംബങ്ങൾ കണ്ടോളൂ, അവളുടെ നടപ്പ് ശ്രദ്ധിച്ചോളൂ. അവൾക്ക് വല്ല മുടന്തുമുണ്ടോ, വല്ല ശാരീരികമായ അസ്വസ്ഥതകളുമുണ്ടോ, അത് കാണേണ്ടത് നിങ്ങൾ പെണ്ണുങ്ങളാണ്. അതിനൊന്നും ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഒരുപാട് ആളുകളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണിനെ അങ്ങ് പ്രദർശിപ്പിക്കുന്നത് ഏത് ഇസ്ലാമിൻ്റെ നിയമമാണ്? ഇതൊക്കെ പറയുമ്പോൾ പുച്ഛം തോന്നുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഖബറിൽ കിടക്കുമ്പോ മുത്ത് മുസ്തഫയെ കുറിച്ച് ചോദിക്കുമ്പോ ആ നബി ഞങ്ങൾക്ക് കൊണ്ടുവന്ന ബയ്യിനാത്തും ഹുദകളുമൊക്കെ കേട്ടവരാണ്, ഞങ്ങൾ അംഗീകരിച്ചവരാണ്, പിന്തുടർന്നവരാണെന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിലും കോടതിയിലുമൊക്കെ പറയാനാകണേ എന്ന ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നത്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളുന്നവർക്ക് തള്ളാം. ഇനിയുണ്ടൊരു കാണാനുള്ളൊരു പോക്ക് മാത്രമല്ല, ഉറപ്പിച്ചാൽ പിന്നെ പണ്ടൊക്കെ ഒരു കേവലം ഒരു മിഠായി കൊടുക്കൽ എന്ന പേരും പോയിട്ട് മിഠായിയുടെ ലോറികളാ പോകുന്നത്. മിഠായി ഒന്നാകെ വലിയ പിരമിഡ് രൂപത്തിലാക്കിയിട്ട് ക്രെയിന് കൊണ്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ക്രെയിനിൽ മിഠായി കൊണ്ടുപോയിട്ട് ഇറക്കുക. ആ രൂപത്തിലുള്ള തെമ്മാടിത്തങ്ങൾ, ആർഭാടങ്ങൾ, എന്നിട്ടതൊരു ഏൽപ്പിക്കൽ. അവിടെ കുറേ ഫോട്ടോഷൂട്ടുകൾ, അവിടെ കുറേ നഗ്നതാ പ്രദർശനങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് കല്യാണം തീരുമാനിച്ചു കഴിയുമ്പോൾ പിന്നെ ഹൽദി മഞ്ഞക്കല്യാണം, മഞ്ഞൾ വാരി തേക്കലെന്നും മഞ്ഞ ഡ്രസ് ഉടുക്കലും എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മെഹന്തി മൈലാഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതാ ചിലയിടങ്ങളിലൊക്കെ പിന്നീട് പുതുപെണ്ണിനെ കൊണ്ടതാ ഉരൽ കല്യാണവും ഒലക്ക കല്യാണവും ഒക്കെ വരുന്നുവത്രേ. പെണ്ണിനെ ചമയിച്ചൊരുക്കിയിട്ട് ആ പെണ്ണിൻ്റെ കയ്യിലേക്ക് ഒലക്ക കൊടുക്കുകയാണ്. ഉരളിൽ ഇത്തിരി നെല്ലോ ധാന്യമോ ഒക്കെ ഇട്ടിട്ട് അവളെ കൊണ്ട് ഇടിപ്പിക്കുന്നു, മുറം കൊണ്ട് അരി ചേറുന്നു. അതുപോലെ തന്നെ ഒരുപാട് കോമാളികൾ നടത്തുന്നു. JCBയിലാണ് പുതിയാപ്പളയെ കൊണ്ടുപോകുന്നത്. അതങ്ങനെ തന്നെയാണ് ചിലർക്കൊക്കെ തോന്നിയത്. ചപ്പുചവറ് കൊണ്ടുപോകും
പോകാൻ JCB തന്നെയാണ് നല്ലതെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് തോന്നുകയാണ്. ഞാനൊരു ചപ്പാണ്, ഞാനൊരു ചവറാണ്, ഞാനൊരു മാലിന്യ കൂമ്പാരമാണ്, എനിക്ക് പോകാൻ അത് തന്നെയാണ് നല്ലതെന്ന് ആർക്കൊക്കെയോ തോന്നിയപ്പോൾ, ഓ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതീ യുവാക്കളെ, നിങ്ങളതിനൊരിക്കലും നിന്നു കൊടുക്കരുത്. വിവാഹമെന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ്. റഹ്മാനായ റബ്ബ് മീസാഖുൻ ഖലീൽ എന്ന് പറയുന്ന ബലിഷ്ഠമായ കരാറാണത്. ഇനി അതേപോലെ തന്നെ പെണ്ണിനെ ചമയിച്ചൊരുക്കുകയാണ്. ആ പെണ്ണെന്ന് എങ്ങനെയാണ് നിസ്കരിക്കുക? 25,000-ൻ്റെയും 50,000-ൻ്റെയും ലക്ഷങ്ങളുടെയും ഒക്കെ പുട്ടിയിട്ട് പെയിൻ്റടിച്ച് വലിയ രൂപത്തിലുള്ള ഒരു പ്രദർശന വസ്തുവായിട്ട് മുഖത്തൊക്കെ വാരിത്തേച്ച് നിൽക്കുന്ന പെൺകുട്ടി എങ്ങനെ ളുഹ്ർ നിസ്കരിക്കാനാ? അവളെങ്ങനെ അസർ നിസ്കരിക്കാനാ? വിയർത്തൊലിച്ച് നിൽക്കുകയാണ്. ക്യാമറയുടെ ഇതിനേക്കാൾ ശക്തമായ ലൈറ്റുകളാണ് അവളുടെ മുഖത്തേക്ക് തിളക്കം കൂട്ടുവാൻ വേണ്ടി നിൽക്കുന്നത്. ജ്വല്ലറികളിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയാണ്. പലപ്പോഴും വലിയ കടബാധ്യതകളാണ് വരുത്തി വെക്കുന്നത്. ഒരുപാട് രൂപത്തിലുള്ള പണങ്ങളാണ് വിലപേശാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതിനുവേണ്ടി മനുഷ്യൻ പലിശക്ക് പണമെടുക്കാനും വിരോധമില്ല. സ്വർണ്ണക്കുറികളിൽ ബാങ്കുകളിൽ പോയി ചേരുകയാണ്. പെൺകുട്ടിയുടെ കല്യാണം തീരുമാനിക്കുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് തന്നെ ബാങ്കിൽ പോയിട്ട് അതാ നിശ്ചിതമായ ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. എന്തിന്? ഇന്നത്തെ റേറ്റിന് എൻ്റെ മോളെ കല്യാണമാകുമ്പോൾ അന്നത്തെ റേറ്റിന് അല്ല, ഇന്ന് കിട്ടുന്ന റേറ്റിന് നിങ്ങളന്ന് പൊന്നു തരണം എന്ന കരാറോടുകൂടി അത്തരം സ്വർണ്ണക്കുറികളിൽ ചേരുന്ന പലിശ കമ്പനിക്കാരെ, ഉമ്മമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹറാമായ ഇടപാടാണ് നിങ്ങളാ നടത്തുന്നത്. അള്ള പൊറുക്കാത്ത മാരകമായ പാതകമാണ് ആ ചെയ്യുന്നത്. സ്വർണം ബിസിനസ്സിൽ ഏർപ്പെടുമ്പോ സ്വർണം യദൻ ബിയദിൻ, ബൈ ഹാൻഡ്, റൊക്കമായിട്ടല്ലാതെ സ്വർണത്തിന്റെ കച്ചവടമില്ല, അതിൽ കടം പറയലില്ല, ക്യാഷ് കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് പൊന്നു വാങ്ങലല്ലാത്ത ആ രൂപത്തിലുള്ള ഒരു ഇടപാട് സ്വർണ്ണക്കുറികളിലോ ആ പേരുകളിലോ ഉള്ളതിലൊന്നും ആരും കുടുങ്ങിപ്പോകണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ ഹറാമുകളിലൂടെ ഒരുപാട് സ്വർണ്ണമത കഴുത്തിലും കാതിലുമൊക്കെയായി തിളങ്ങി നിന്ന് ലൈറ്റുകൾക്ക് മുമ്പിൽ ഈ പെൺകുട്ടി നിന്നു കൊടുത്ത്, പെണ്ണ് മാത്രമല്ല ഇപ്പൊ പെണ്ണിന്റെ ഉമ്മാനെയും കണ്ടാ തിരിയാതെയായി. ഇതുവരെ കണ്ടിരുന്ന കുടുംബക്കാർക്ക് പെണ്ണിന്റെ ഉമ്മാനെ മനസ്സിലാകാതെ ഉമ്മയെവിടെ എന്ന് തിരക്കുകയാണ്. കാരണം ഉമ്മയും ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ വരുന്നത്. ഉമ്മയെയും മോളെ ചമയിച്ചപ്പോൾ ചമയിച്ചൊരുക്കിയിരിക്കുകയാണ്. ആണുങ്ങളുടെ മുമ്പിലേക്കാണ് ഇറങ്ങി വരുന്നത്. അതിങ്ങനെ വലിയ ലൈറ്റിട്ട് പല്ലക്കിലായി ആനന്ദിച്ച് ആർമാദിച്ചുകൊണ്ട് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ ആണും പെണ്ണും തമ്മിൽ കൂട്ടിപ്പിടിക്കുകയാണ്, ചുംബനമർപ്പിക്കുകയാണ്, പാല് കുടിപ്പിക്കുകയാണ്, പഴം തീറ്റിക്കുകയാണ്. അതൊക്കെ ക്യാമറക്കാർ അത്യാനന്ദത്തോടെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ അവരുടെ ക്യാമറയിൽ അവരെ പകർത്തുകയാണ്. അത് ലക്ഷങ്ങളാണ് പിന്നീട് പ്രവാസ ലോകത്തും ഗൾഫ് നാടുകളിലുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നത്, ആനന്ദിക്കുന്നത്. ഏത് ഇസ്ലാമിൻ്റെ പേരിലാ പ്രിയമുള്ളവരെ? ഇതൊക്കെ പറയേണ്ടവർ പറയുന്നു എന്നതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബിന്റെ കോടതിയെ ഭയപ്പെടാത്തവരല്ലല്ലോ എല്ലാവരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. ഓ നബിയേ, ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്യണേ. എല്ലാവർക്കും ഉപകാരപ്പെടില്ല. മൻ യഖാഫു വഈദ്, താക്കീദിനെ പേടിക്കുന്നവരോടാണ് ഈ സംസാരം. ഫദക്കിർ നബിയെ, ഉത്ബോധനം നടത്തൂ. എല്ലാവർക്കും ഉത്ബോധനം കൊണ്ട് കാര്യമുണ്ടാവില്ല എന്ന് റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അടുത്ത വാചകം, ഫഇന്ന ദിക്റാ, തീർച്ചയായും ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമൊക്കെ എല്ലാവർക്കും ഉപകരിക്കൂല. തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഉപകരിക്കും. അതുകൊണ്ടായി പറയുന്നത്. ഇനി ഏതെല്ലാം തോന്നിവാസങ്ങളാ അതിൻ്റെ പേരിലൊക്കെ ഇനി നടക്കാൻ ബാക്കി? എല്ലാ തോന്നിവാസങ്ങളും നടക്കുകയാണ്. എന്നിട്ട് ഉമ്മയും ബാപ്പിയൊക്കെ പറയണ്, ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യേ, കുട്ടികളല്ലേ, അവരുടെ കാലല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾ ഖബറിലേക്കാണ് വെക്കുമ്പോൾ ഇത് പറയോ? മുൻകർ നക്കീർ വന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലായിരുന്നു മക്കളായിരുന്നു എന്ന് പറയോ?
പരലോകത്ത് മക്കളെ കാണുമ്പോൾ ഓടൂലേ? പാപ്പയെ കാണുമ്പോൾ മക്കളോടൂലേ? ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ഓടൂലേ? ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ഓടൂലേ? ആരെയാണ് അവിടെ വേണ്ടത്? ആർക്കെങ്കിലും അവിടെ ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ആ ദിനം ഭയപ്പെടുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, വിവാഹ മേഖലയിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ ഒരു ഡാൻസിനെ കുറിച്ച്? നമ്മുടെ സർക്കാരിൻ്റെ ഒരു പൊട്ടപ്പോയത്തരമാണ് ഇപ്പോൾ ഈ കടന്നു കേൾക്കുന്നത്. എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണിപ്പോൾ ഈ തലപ്പത്തിരിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ലഹരിക്കെതിരെയാണത്രേ സൂംബ ഡാൻസ് തുടങ്ങുന്നത്. ലഹരി മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണത്രേ? സ്ട്രെസ്സാണത്രേ, വിഷാദമാണത്രേ, മനസ്സിൻ്റെ സംഘർഷം കൊണ്ടാണത്രേ. അപ്പൊ അതുകൊണ്ട് മനസ്സംഘർഷം കുറക്കാൻ സൂംബ ഡാൻസ് എന്തൊരു വലിയ രൂപത്തിലുള്ള വിരോധാഭാസമാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി. അത് ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് സൂംബ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും. അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസുള്ള ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റുള്ള ഡ്രസ്സ് വേണ്ടി വരും. എന്നിട്ട് ആണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും. അതുപോലെ തന്നെ അത് മണിക്കൂറുകളോളമുള്ള തുള്ളലുകളാണ്, ആട്ടങ്ങളാണ്. അതിനൊക്കെ ഒരു ഗാംഭീര്യം കിട്ടാൻ പിന്നെ എന്ത് ചെയ്യും? ലഹരി ഉപയോഗിക്കും. അവിടെ MDMA കടന്നു വരും, അവിടെ കഞ്ചാവ് കടന്നു വരും, അവിടെ മയക്കുമരുന്ന് കടന്നു വരും. എന്തിനാ സൂംബ നടപ്പാക്കിയത്? ലഹരിക്കെതിരെ. ആ സൂംബയിലൂടെ തന്നെ ഇവിടെ വരാൻ പോകുന്നത് ലഹരിയുടെ വ്യാപനമാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട മുസ്ലിം അധ്യാപകന്മാരെ, മുസ്ലിം രക്ഷിതാക്കളെ, മുസ്ലിം ഉപ്പമാരെ, ഉമ്മമാരെ, വിദ്യാർത്ഥികളെ, നിങ്ങളതിന് ചേരണ്ട. അത് റഹ്മാനായ റബ്ബിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്. അതിൻ്റെ നിയമം നമുക്ക് യോജിക്കുന്ന വിധത്തിലല്ലാത്ത ഒരവസ്ഥയിലാണ് വരാൻ പോകുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് കാതു കൊടുക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. നമ്മൾ ആലോചിക്കണം, എവിടെയാണ് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായി വരുന്നത്? അത് രാജ്യവിരുദ്ധമായ കാര്യമായിട്ടല്ല, രാജ്യത്തിന് എതിര് ചെയ്യലല്ല. ഈ രാജ്യത്തുള്ള ജീവിതം കഴിഞ്ഞാലും പോയി കിടക്കേണ്ടുന്ന ഖബറിൽ സുഖം കിട്ടാനുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്ത് ഏത് മന്ത്രിക്കും ഏത് വിദ്യാഭ്യാസ വകുപ്പിനും ഏത് നിയമങ്ങളും നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് അംഗീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർ അത് അംഗീകരിച്ചോട്ടെ, അവരത് നടപ്പിൽ വരുത്തിക്കോട്ടെ. അതിനെതിരെ അക്രമങ്ങളുടെ മാർഗം സ്വീകരിക്കാനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല. രാജ്യത്ത് ആർക്കും എന്തിനും അവകാശമുണ്ട്. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ ചൊല്ലുന്ന ഷഹാദത്ത് കലിമയുടെ ആശയാദർശങ്ങളോട് പൊരുത്തപ്പെടാത്തതിനോട് വിട പറയാൻ അവൻ തെല്ലും മടി കാണിക്കേണ്ടതില്ല. അതിന് പൗരസ്വാതന്ത്ര്യമുള്ള, പൗരാവകാശമുള്ള ഒരു ഭരണഘടനയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലുണ്ടോ, എവിടെയെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മറ്റുള്ളവരും മതത്തിൻ്റെ ആളുകൾ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്, അത് അവർ തന്നെ ചെയ്യണമല്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മളും ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് മതത്തിൻ്റെ ആളുകൾ ഇവിടെ പരസ്പരം അയൽ വീട്ടുകാരായി താമസിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യം തന്നെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളം. അവിടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ മതത്തിൻ്റെതായ വേലിക്കെട്ടുകളെ, അക്രമത്തിൻ്റെ പാതയൊരിക്കലും ഉപയോഗപ്പെടുത്താതെ കൃത്യമായി തന്നെ ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് കൃത്യമായി അത് പറയാനും വിശ്വസിക്കാനും നമുക്ക് അധികാരവും അവകാശവും ഉള്ളതുപോലെ അപ്പുറത്തുള്ള ആളുകൾക്ക് അവരുടേതായ ആശയാദർശങ്ങൾ പറയാനും അവർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതൊക്കെ ഈ ലോകം അങ്ങനെയാണ്. പക്ഷേ നമുക്ക് മരണം മുതൽക്കുള്ള ലോകത്തെയാണ് ഭയം. ഖബറാണ് നമ്മൾ ഭയപ്പെടുന്നത്, മഹ്ശറാണ് നമ്മൾ ഭയപ്പെടുന്നത്. അവിടെ രക്ഷപ്പെടാൻ ഉതകുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, മുത്ത മുസ്തഫായുടെ വചനങ്ങളാണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാലല്ലാതെ പരലോക കോടതിയിൽ വെച്ചകാല് മുന്നോട്ട് വെക്കാൻ റബ്ബ് അനുവദിക്കൂലല്ലോ.
നിന്റെ പണം നീ എവിടെ നിന്നുണ്ടാക്കി, എങ്ങോട്ട് ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം നീ ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു, നിന്റെ യൗവന കാലഘട്ടം നീ ഏത് മാർഗത്തിലേക്ക് വിനിയോഗിച്ചു, നിന്റെ ഇൽമ നീ ഏത് മാർഗത്തിലേക്ക്, പ്രവർത്തന മാർഗത്തിലേക്ക് നീ നീക്കിവെച്ചോ, അറിഞ്ഞതനുസരിച്ച് നീ എന്തൊക്കെ പ്രവർത്തിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ വെച്ച കാലം മുന്നോട്ട് വയ്ക്കാൻ മഹ്ശറ കോടതിയിൽ അനുവാദമില്ലെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പരലോക കോടതിയിൽ അതിൻ്റെ പേരിലായിരിക്കും വിലാപം. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമിതന്റെ കൈകൾ കടിക്കുന്ന ദിവസമാണ് പരലോകം. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ ഫുലാനൻ ഖലീലാ, ഞാൻ അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ ഫ്രണ്ടായി സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ, ഞാൻ അവനോട് ബന്ധം സ്ഥാപിക്കാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സന്മാർഗം എന്താണെന്ന് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ പഠിച്ചിട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടും അവനാണല്ലോ എന്നെ പിഴപ്പിച്ചത്, ഇവളാണല്ലോ എന്നെ തെമ്മാടിത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പരലോക കോടതിയിൽ വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? യൗമ തുഖല്ലബു വജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന الرسൂല വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന السبീല. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. മുഖങ്ങൾ നരകത്തിയിലേക്ക് വലിച്ചിടപ്പെടുന്ന ദിവസത്തിൽ അതാ ജനങ്ങൾ പറയാണ്, ഞങ്ങൾ അള്ളാനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാനെ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിയിൽ വീഴില്ലായിരുന്നല്ലോ. ഞങ്ങൾ നാട്ടിലെ കാരണവന്മാരെയാണ് ഞങ്ങൾ അനുസരിച്ചു പോയത്. ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ, നാട്ടമോപ്പന്മാരെയും കാരണവന്മാരെയും കുടുംബക്കാരെയും ഒന്നും പണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ ഒപ്പിച്ച് ദീനിൽ കൈക്രിയ നടത്തിയവരാണ് ഞങ്ങൾ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് ഇവന്മാരെ വിടല്ല റബ്ബേ. റബ്ബനാതിഹിം ദുഅഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഇരട്ടി ഇരട്ടി അവർക്ക് കൊടുക്കണേ. വൽ അൻഹും ലഅനൻ കബീറാ, വലിയതായ തോതിൽ നീ അവർക്ക് ശാപം കൊടുക്കണേ എന്നിങ്ങനെ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഓ സഹോദരന്മാരെ, എന്തിനാ റഹ്മാനായ റബ്ബ് നമുക്കിതൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്? പരലോക കോടതിയിൽ നടക്കാൻ പോകുന്ന ആ യാഥാർത്ഥ്യങ്ങളെ ഇവിടെ നിന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത് നമ്മളോട് ചെയ്ത കാരുണ്യമല്ലയോ? അവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരുന്നത് ആ ഒരവസ്ഥക്ക് നമ്മൾ അവകാശികളായി പോകാതെ ഇവിടെ നിന്ന് രക്ഷയുടെ വഴികൾ നോക്കാനാണ്. അതിനാണ് ഈ സ്ഥാപനം. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, ഇത് നിങ്ങളാണ് വളർത്തേണ്ടത്. നിങ്ങൾക്ക് ഖബറിലേക്കുള്ള സമ്പാദ്യമാണ്. ഇവിടെ നേരത്തെ ഞാൻ കേട്ടുകഴിഞ്ഞു, 1 മാസത്തോളം 6 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ടെന്ന്. ഇവിടെ കൂടി ആയിരക്കണക്കിന് വരുന്ന സഹോദരീ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ സ്ഥാപനം നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറയുമൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ വസിയ്യത്ത് പത്രങ്ങൾ എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഇനി ഇവിടെ ഇതാ ഞെങ്ങി ഞെരുങ്ങിയാണ് 4-5 സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. പലതും പുറത്ത് സ്ഥലം വാങ്ങിയിട്ട് വേറെ ബിൽഡിങ്ങുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നൊരു പ്രദേശത്ത് കഴിവുള്ളവരാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം അതൊക്കെയേ ഖബറിലുണ്ടാകൂ, അതൊക്കെയാണ് പരലോകത്തുണ്ടാവുക, അതൊക്കെയാണ് നമ്മുടെ മഹ്ശറിൽ നമുക്ക് തണലായി മാറുക. ആ ബോധത്തോടെ, ആ കൃത്യമായ ചിന്തയോടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജമാഅത്തിന് കൃത്യമായ
കൃത്യമായി എത്തുവാൻ നമ്മൾ വേണം, നമ്മുടെ മക്കൾ വേണം. ഒന്നാമത്തെ സഫിലെത്തുവാനും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാതെ ദുആ ദിക്റുകളിൽ ഇരുന്നു കൊണ്ടും ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടും ദിക്റുകളും ദുആകൾക്കും സമയം കണ്ടെത്തിക്കൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി കേട്ടും പഠിച്ചും കൊണ്ടും തന്നെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. അതല്ലാതെ തൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവിനെ പോലും വഞ്ചിച്ച്, ഭാര്യയെ പോലും വഞ്ചിച്ച് അവിഹിതത്തിൻ്റെ മാർഗങ്ങളിലേക്കും ചാറ്റിങ്ങുകളിലേക്കും നമ്മുടെ സമൂഹം പോകുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നഷ്ടപ്പെടുത്തേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് വേണ്ടാത്തരങ്ങളോടായിരുന്നു വിട പറയേണ്ടിയിരുന്നത്. അതിന് കഴിയാതെ, അതിനുള്ള ഈമാനികമായ ഒരു ദാർഢ്യത കൈവരിക്കാതെ നമ്മൾ തെമ്മാടിത്തങ്ങളിലേക്ക് പോയപ്പോൾ സർവ്വ കുടുംബങ്ങളിലും പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബിൻ്റെ നാമങ്ങളും നിത്യജീവിതത്തിലെ ദുആ ദിക്റുകളും നമ്മുടെ വിശ്വാസ വിശുദ്ധിക്കും ജീവിത വിശുദ്ധിക്കും ഉതകുന്നവയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും വളരാനും ഉയരാനും തയ്യാറായിക്കൊണ്ട്, നിങ്ങൾ പരസ്പരം അടിയല്ലേ എന്നൊക്കെ പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുവാനുള്ള കുതന്ത്രങ്ങൾ പിശാച് ബോധിത്തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് നഷ്ടം എന്നൊരിക്കൽ കൂടി പറയുകയാണ്. റബ്ബിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കും. അത് നമ്മളല്ലെങ്കിൽ മറ്റൊരു ടീമിനെ കൊണ്ട് റബ്ബ് നിലനിർത്തും. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മറക്കാതിരിക്കാനാണ് അടിവരയിടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിയുള്ളവരോട് ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദീനിൻ്റെ വക്താവായി തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച് അതേ സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണമേ എന്ന്. ഇങ്ങനെ ജീവിതത്തിൽ എന്തെന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതൊക്കെയും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ഒരു മഹത്തായ സ്ഥാപനങ്ങളുടെ വാർഷികം നിങ്ങൾക്കൊരു നിമിത്തമായി മാറണം. അങ്ങനെ തുടങ്ങണം. മുതൽ എവിടെയൊക്കെ പോരായ്മകളുണ്ടോ പരിഹരിക്കണം. റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി മനമുരുകി ഈ റൂട്ട് തെറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് തൗഫീഖിനായി തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ അർത്ഥത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ പിടിപെട്ട ഒരുപാട് ആളുകളുണ്ട്, ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പരിപൂർണമായും ശിഫ നൽകണമേ. ഞങ്ങളെയും അവരെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സന്താനങ്ങൾ, മാതാപിതാക്കൾ, ഇണകൾ, ബന്ധപ്പെട്ടവർ, ഗുരുവര്യന്മാർ, പണ്ഡിതന്മാർ, പരിചയമുള്ളവർ, അല്ലാത്തവർ എല്ലാവരുടെയും ഖബറുകൾ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു 3-4 കാര്യങ്ങൾ ഏത് പ്രാർത്ഥനയുടെ വേളയിലും മറക്കരുത് എന്ന് ഞാൻ നിങ്ങളോടും എന്നോടും ഒരു വസിയത്ത് പറയുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന, നല്ല ഒരു മരണം നമുക്ക് കിട്ടണം. റബ്ബേ, ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ, മോശപ്പെട്ട അന്ത്യമുണ്ടാകരുതേ എന്ന്. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവേ, മരണവേദന ലഘൂകരിച്ച് തരണമേ എന്ന്. മൂന്നാമത്തെ കാര്യം, പോയി കിടക്കുന്ന ഖബറ് സ്വർഗത്തോപ്പാക്കി മാറ്റണേ, നരകക്കുഴിയാക്കി മാറ്റല്ലേ എന്ന്. നാലാമത്തെ കാര്യം, നരകത്തീ എന്നെ സ്പർശിക്കുക പോലും ചെയ്യരുതേ അല്ലാ എന്ന നരകാഗ്നിയിൽ നിന്നുള്ള കാവൽ തേട്ടം. സർവോപരി ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ആഫിയത്തോടെ മരണം വരെ പ്രവർത്തിക്കാനുള്ള തൗഫീഖും തരണേ എന്നും ചേർത്ത് പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ അടുക്കൽ ഏറെ റഹ്മത്തും ബറക്കത്തുമൊക്കെ ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ചേർത്ത് തരുമാറാകട്ടെ. ഈ ഒരു മഹാസമ്മേളനം അനുകൂലമായ ഒരു കാലാവസ്ഥയല്ലാതിരുന്നിട്ടും എല്ലാവരും ഇവിടെ എത്തിപ്പെട്ടു. ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ എത്തി ഇതിൻ്റെ പരിസമാപ്തി സന്തോഷത്തോടുകൂടെ സമാപിക്കുന്ന ഈ ഒരു അവസരം എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ
وتوفنا مع الأبرار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.